മൊയ്തീൻ ചെയ്തൊരു നല്ല പ്രവൃത്തിക്ക് മൊയ്തീന് സ്വർഗത്തിൽ വെച്ചോ അടുത്ത ജന്മത്തിലോ മൊയ്തീൻ ഒരു ഗിഫ്റ്റ് തരികയാണെന്ന് വിചാരിച്ചാൽ പ്രപഞ്ചത്തിന്റെ നീതി സിസ്റ്റം തെറ്റാണ്. കാരണം അതാണ് സോൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മൈൻഡിൽ വരിക ഇങ്ങനെ ഒരു എനർജി ലെവലിലുള്ള ഒരു സംഭവം. ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സോൾ ആകെ ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ്. ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് നോക്കുന്ന സമയത്ത് അത് വേറെ സ്വഭാവം കാണിക്കും. ഒരു തരത്തിലുള്ള ദ്വന്ദ്ങ്ങളും ഇല്ലാത്ത ശരിയും തെറ്റും നന്മയും തിന്മയും ഒരു സാധനവും അറിയാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ ന്യൂട്രൽ ഗോഡിനെ എനിക്കിഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഞാൻ ഒരാളോട് പറഞ്ഞപ്പോഴേ ഈ ദൈവം ഉണ്ടായിട്ട് ഇപ്പം എന്താ കാര്യം? ചെടികളാണ് അടിസ്ഥാന ജീവന്റെ ഉൽപാദകർ. അത് പിന്നീട് അങ്ങനെ കൊന്നു മുന്നോട്ട് പോയാൽ പിന്നെ 100ാമത്തെ ജീവനൊക്കെ കൊല്ലുമ്പോൾ ഇതിനൊരു ചെടിയുടെ തല കട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുള്ളൂ. ഒരു സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും. ആ കാര്യത്തിൽ മൊയ്തീൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു. മോഷൻസ് ഫീൽ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. നമ്മളൊരു മരം പോലെയോ. അത് തന്നെയാണ് നമുക്കുള്ള ശിക്ഷ. അതാണ് ശിക്ഷ. ഇനി എന്തിനാ വേറെ ശിക്ഷ? അത് അടിസ്ഥാനപരമായി ഒരു മെറ്റീരിയൽ ആവാൻ ഒരു സാധ്യതയില്ല. കാരണം മെറ്റീരിയൽ എല്ലാം ഊർജത്തിന്റെ രൂപങ്ങളാണ്. കോശത്തിന് ബോധമുണ്ടെങ്കിൽ അണ്ടത്തിനും ബീജത്തിനും ബോധമുണ്ട്. അതും കോശമാണല്ലോ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മോഡേൺ വിസ്ഡം മലയാളം പോഡ്കാസ്റ്റ്. ഞാൻ മൊയ്തീൻ. എൻ്റെ കൂടെയുള്ളത് അനിൽകുമാർ PC. ഇതിനകം നിങ്ങൾക്ക് അദ്ദേഹത്തെ വ്യക്തമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാകും. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ്. കാരണം അതിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള സ്പിരിച്വലി നമ്മൾ പോവുകയുണ്ടായി. അപ്പോൾ അതിനാസ്പദമായിട്ട് എൻ്റെ മൈൻഡിൽ പല പല കാര്യങ്ങൾ വരികയുണ്ടായി. സംശയങ്ങളായിട്ടും സ്പിരിച്വാലിറ്റി ആസ്പെക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡിൽ പലരും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നതും അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നതൊക്കെ ഈ ഒരു കോൺസെപ്റ്റാണ്. സ്പെസിഫിക്കലി പറയാമെന്ന് വെച്ചാൽ സോൾ എന്ന് പറയുന്നതൊരു കാര്യമാണ്. അതുപോലെ അതിന് കണക്ട് ചെയ്തിട്ട് തന്നെയുള്ളൊരു കാര്യമാണ് റീബർത്ത് എന്ന് പറയുന്നൊരു കാര്യം. അതിനെ കണക്ട് ചെയ്തിട്ടുള്ള തന്നെയാണ് കർമ്മ എന്ന് പറയുന്ന കാര്യം. പിന്നെ കുറച്ചുകൂടി നമ്മൾ ട്രൂത്തിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഗോഡ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഈ ഒരു 4 കാര്യം പക്ക സ്പിരിച്വലായിട്ടുള്ള വേൾഡിലുള്ള സംസാരിക്കുന്ന വളരെ വർഷങ്ങളായിട്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ആളുകൾ നെട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഈ ഒരു മോഡേൺ ലെൻസിൽ നിന്ന് താങ്കൾ അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയങ്ങളിലോട്ട് കടക്കാം. സോൾ, റീബർത്ത്, കർമ്മ, ഗോഡ്. വലിയ വലിയ വാക്കുകളാണ്, പക്ഷേ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പോൾ സോൾ എന്നതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെ പറ്റിയിട്ട് അനിൽ സാറുടെ പെർസ്പെക്റ്റീവ് എന്താണ്? അതിനെപ്പറ്റിയുള്ള തോട്ട്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. പൊതുവെ ഞാൻ ടീച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രാക്ടിക്കൽ വിസ്ഡത്തിൽ അധിഷ്ഠിതമാകാൻ ശ്രമിക്കാറുണ്ട്. ഈ സ്പിരിച്വൽ കോൺസെപ്റ്റുകൾ നമ്മളിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെ വിളമ്പേണ്ട ആവശ്യമില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് വളരെ ആവശ്യക്കാരായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തേടുന്നവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. എൻ്റെ അറിവല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ പറയുള്ളൂ. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. ഞാൻ ഈ 4 സബ്ജക്റ്റിലും സോൾ, റീബർത്ത്, കർമ്മ, ഗോഡ്, ഈ കോൺസെപ്റ്റുകളെയൊക്കെ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി തൃപ്തികരമല്ലാത്ത ഉത്തരങ്ങളിൽ നിന്ന് തൃപ്തികരമല്ലാത്ത ഉത്തരങ്ങളിലേക്ക് മാറി മാറി പഠിച്ചും പോയിട്ടുള്ള ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ്. അങ്ങനെ എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തൽ വലിയൊരു ടാസ്ക് ആയിരുന്നു ഈ കാര്യങ്ങളിൽ. എനിക്ക് അതിൽ കുറച്ചുകൂടെ ഒരു ലോജിക്കുള്ള ആൻസറുകൾ ഉണ്ടാവണം എന്നുള്ളത്. അങ്ങനെ ഞാൻ പല അന്വേഷണങ്ങളിലൂടെയും കണ്ടെത്തിയതും പിന്നെ ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയതും കുറച്ചൊക്കെ ശാസ്ത്രീയവും കൂടെ ആയിരിക്കണം എന്നുള്ള ചിന്താഗതി കൊണ്ട് ആ രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കിയ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് ആണ് അൾട്ടിമേറ്റ് കോൺസെപ്റ്റ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ലേ. ഞാൻ ഇവയൊക്കെ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഏതാ മനസ്സിലാക്കണ്ടേ? സോൾ. അതാണ് സോൾ, സ്പിരിറ്റ്, ആത്മ, ഇങ്ങനെയുള്ള വാക്കുകളിലൊക്കെ നമ്മൾ അറിയപ്പെടുന്നു. പൊതുവെ ലോകത്തിലുള്ള കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അദൃശ്യ സാധനം, അതിനെയാണ് നമ്മൾ സോൾ എന്ന് പറയുന്നത്. ജനിക്കുന്നതിന് മുൻപ് ചിലപ്പോൾ ഇനിയിപ്പോൾ അമ്മയുടെ ഗർഭത്തിലേക്കോ മറ്റോ വന്ന് എൻ്റർ ചെയ്യുന്നൊരു സാധനം, അങ്ങനെയൊക്കെയാണ് പൊതുവെ മനുഷ്യർ വിചാരിച്ചത്. അതിൽ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു കോൺസെപ്റ്റ്. കാരണം അതാണ് സോൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മൈൻഡിൽ വരിക ഇങ്ങനെ ഒരു എനർജി ലെവലിലുള്ളൊരു സംഭവം. അത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കയറുന്നു, മരിക്കുമ്പോൾ അത് ശരീരത്തിൽ നിന്ന് പോകുന്നു, അത് പിന്നെ വേറെ ഏതൊക്കെയോ ലോകത്ത് പോകുന്നു, പിന്നെ അത് പുനർജനിക്കുന്നു. നമുക്ക് റീബർത്തിലോട്ട് വരാം. അപ്പോൾ ഈ സോൾ എന്ന് പറയുന്ന ഈ ഒരു എൻറ്റിറ്റി, നമ്മൾ പൊതുവെ പറയുന്ന എൻറ്റിറ്റി അങ്ങനെ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത് വേണ്ടവർ കണ്ടുപിടിച്ചോട്ടെ പോയിട്ട്.
ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം ഞാൻ പറയാം. ഇങ്ങനെ ഇപ്പം ഈ പറഞ്ഞ പോലെ മൊയ്തീൻ പറഞ്ഞ പോലെ ചിന്തിക്കണമെങ്കിൽ ഈ ലോകത്ത് ഒട്ടനവധി സോള് വേണം. ഞാൻ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് സോൾ ആകെ ഒന്നേ ഉള്ളൂ എന്നുള്ള. സോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നുള്ളത് ഒന്നേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ആകെ ഒന്നേ ഉള്ളൂ. ഈ ഒറ്റ ഒന്നിനെയാണ് നമ്മൾ സോളെന്ന് വിളിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഭാഗത്തിലും സംസാരിച്ചു, പ്രപഞ്ചത്തിലെ സകലതിൻ്റെയും ഒരു അടിസ്ഥാന വസ്തു ഉണ്ടെന്ന് പറഞ്ഞു. അടിസ്ഥാന വസ്തുവോ അടിസ്ഥാന ഊർജ്ജമോ അടിസ്ഥാന സോളോ എന്ത് വേണമെങ്കിൽ വിളിക്കാം നമുക്കതിന്. ഒരു അടിസ്ഥാനപരമായ ഒന്നുണ്ട്. ആ ഒന്ന് അതൊരു മെറ്റീരിയലാണോ അതൊരു കോൺഷ്യസ്നെസ് ആണോ ഇതൊന്നും പറയുന്നില്ല. ആ ഒന്നുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു മെറ്റീരിയലുമാവാം, അതൊരു കോൺഷ്യസ്നെസ്സും ആവാം. അത് അടിസ്ഥാനപരമായി ഒരു മെറ്റീരിയൽ ആവാൻ ഒരു സാധ്യതയില്ല. കാരണം മെറ്റീരിയലെല്ലാം ഊർജത്തിൻ്റെ രൂപങ്ങളാണ്, അല്ലേ? അപ്പോൾ ആ ഒരു സോളിന് എങ്ങനെ ഓരോ ശരീരത്തിലും കയറി ഇറങ്ങാൻ പറ്റുക? അപ്പോൾ ഈ ലോകത്ത് ഏതോ അദൃശ്യമായ തലത്തിൽ ഈ അന്തരീക്ഷത്തിൽ ഒരുപാട് സോൾ യൂണിറ്റുകൾ ഉള്ള പോലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഈ ശരീരത്തിൽ വന്ന് പ്രവേശിക്കുക ഇറങ്ങിപ്പോവും ചെയ്യുന്ന സോളിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സോൾ അല്ലെങ്കിൽ ബ്രഹ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മൻ എന്ന് പറയുന്നത് അത് ഒന്നാണ്. അത് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന വസ്തുവാണ്. അത് വീണ്ടും വീണ്ടും ഞാൻ ആ വാക്ക് ആവർത്തിക്കുകയാണ്. അപ്പം ഞാൻ എന്താണ് കോൺഷ്യസ്നെസ് എന്ന് നമ്മളുടെ ഈ ശരീരത്തിലൊരു കോൺഷ്യസ്നെസ് പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ അത് മനസ്സിലാവും. ഒരു കോശത്തിന് ഒരു അവെയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്. നമ്മുടെ ശരീരത്തിലെ ഒരു കോശത്തിന് ആ കോശത്തിൻ്റേതായ ഒരു അവെയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ടല്ലോ, ഉറപ്പല്ലേ? അതില്ലാന്നുണ്ടെങ്കിൽ കോശത്തിന് കോശമായിരിക്കുവാനും മറ്റു കോശങ്ങളോടൊപ്പം സഹവർത്തിച്ച് നിൽക്കുവാനും പറ്റില്ല. ഇങ്ങനെയുള്ള എത്രയോ അധികം കോശങ്ങൾ, ചെറിയ അവെയർനെസ്സും ചെറിയ കോൺഷ്യസ്നെസ്സും ഉള്ള അനവധി കോശങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു ടിഷ്യൂ ഉണ്ടാവും ബോഡിയിൽ, ഒരു ടിഷ്യൂ. ആ ടിഷ്യൂവിന് ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉണ്ട്. കോശങ്ങളുടെ കോൺഷ്യസ്നെസ്സുകളെല്ലാം കൂടെ കളക്റ്റഡ് ആയിട്ടുള്ള ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ആ ടിഷ്യൂവിനുണ്ട്. ഇങ്ങനെയുള്ള ടിഷ്യൂസ് അനവധി ചേരുന്ന സമയത്ത് ഒരു ഓർഗൻ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ഓർഗന് ഒരു കോശത്തെയും അപേക്ഷിച്ച് ഒരു ടിഷ്യൂവിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു കുറച്ചുകൂടി വലിയ കോൺഷ്യസ്നെസ് ഒരു ഓർഗൻ ഉണ്ട്. അങ്ങനെയുള്ള ഓർഗൻസ് പലതും ചേരുമ്പോൾ ഒരു അവയവ വ്യൂഹമുണ്ടാകുന്നു, ഒരു ഓർഗൻ സിസ്റ്റം. ഇപ്പോൾ നമ്മൾ ദഹനേന്ദ്രിയത്തിൻ്റെ സിസ്റ്റം, ശ്വസന സിസ്റ്റം, കുറേ അവയവങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനം. ആ ഒരു സിസ്റ്റത്തിന് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ചുകൂടെ വലിയ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അങ്ങനെയുള്ള അനവധി ഓർഗൻ സിസ്റ്റങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഈ ഹ്യൂമൻ ബോഡിയിൽ ഒരു ടോട്ടൽ കോൺഷ്യസ്നെസ് ഇതിൻ്റെ ഒക്കെ കൂടെ ചേർന്ന് ഒരു കോശത്തിൻ്റെ, ടിഷ്യൂവിൻ്റെ, ഒരു ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരാകെ മൊത്തമുള്ള ഒരു ഔട്ട്കം ഉണ്ടാവുന്നു ഇതിൽ നിന്ന്. അതിനെ നമ്മൾ ഒരു മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ് എന്ന് വിളിക്കുന്നു. അല്ലാതെ കോൺഷ്യസ്നെസ് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിരിക്കുകയല്ല. ഇപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ടൊക്കെ പറയുമ്പോൾ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അവെയർനെസ്സും കോൺഷ്യസ്നെസ് എന്ന് പറയുന്നു. അതും തെറ്റാണ്. ബ്രെയിൻ മാത്രമൊന്നുമല്ല ഈ കോൺഷ്യസ്നെസ് അവെയർനെസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓരോ കോശങ്ങൾക്കും കോൺഷ്യസ്നെസ് ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെന്താ ബ്രെയിൻ ഒരു സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ഒക്കെ തന്നെയാണ്, സമ്മതിച്ചു. നമ്മൾ ഗട്ടിലുള്ള ന്യൂറോൺസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാറുണ്ടല്ലോ. ശരീരത്തിലെ മിക്ക സ്ഥലങ്ങളിലും ന്യൂറോൺസ് ഉണ്ട്. ഹാർട്ടിൽ ന്യൂറോൺസ് ഉണ്ട്, ഗട്ടിൽ ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ കോശങ്ങൾക്ക് അവെയർനെസ് ഉണ്ട്. അപ്പോൾ ഈ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ഐ എം എക്സിസ്റ്റിംഗ് എന്നുള്ള ആ ഒരു ബോധമുണ്ടല്ലോ, അപ്പോൾ ഇത് ഈ ടോട്ടൽ സിസ്റ്റത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. അതിനെയാണ് ഞാൻ കോൺഷ്യസ്നെസ് എന്ന് മനസ്സിലാക്കുന്നത്. അത് ഈ സിസ്റ്റം ഇല്ലെങ്കിൽ പിന്നെ ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അനിൽകുമാർ PC എന്ന ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന ബോധമുണ്ടല്ലോ, അത് ഈ സിസ്റ്റം ഉള്ളിടത്തോളം മാത്രമേ ഉള്ളൂ. ഇത് അവസാനിക്കുന്നതോടുകൂടെ, ഇത് ഡിമോളിഷ് ആകുന്നതോടുകൂടെ പിന്നെ ആ കോൺഷ്യസ്നെസ്സിന് ഇവിടെ പ്രസക്തിയില്ല. ഞാനെന്ന ആ വ്യക്തിത്വമായി പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോധത്തിന് പിന്നെ അവിടെ നിലനിൽപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ അടിസ്ഥാന ബോധം എന്ന് പറയുന്ന അത് ഈ പ്രപഞ്ചത്തിലെ സകലത്തിലുള്ള ഈ സാധനത്തിനടക്കം ബോധം ഉണ്ടാവും. നമ്മളുടെ ബോധം പോലെ ആവണമെന്നില്ല. ഒരു ആറ്റത്തിന് ഒരു ചെറിയ ലെവൽ കോൺഷ്യസ്നെസ് ഉണ്ടോ എന്നിപ്പോൾ എന്താ ഉറപ്പ്? നമുക്ക് അറിയില്ലാത്തൊരു കാര്യമാണ്. നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റും. ഒരു അമീബയ്ക്ക് കോൺഷ്യസ്നെസ് ഉണ്ടോ?
നമുക്കില്ല എന്ന് പറയാൻ പറ്റും. നമ്മൾ അമീബയെ ഒന്ന് ജീവിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. സയൻറ്റിസ്റ്റ് വരെ കൂടുതൽ കുഴപ്പിച്ചൊരു കാര്യമാണ് ഈ ഒരു ക്വാണ്ടം ഫിസിക്സിൽ പോയെന്ന് വെച്ചാൽ ഈ എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ആറ്റംസും അതിൻ്റെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസും. ഈ ഒബ്സർവർ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതെ അതെ. അതായത് ഏറ്റവും ആറ്റത്തിനേക്കാളും ആറ്റം ഉണ്ടായിരിക്കുന്നത് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ആ ഏറ്റവും ചെറിയ യൂണിറ്റ് ഓഫ് റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അത് തന്നെ ഒരു രീതിയിൽ ഒബ്സർവർ എഫക്റ്റ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ആ സബ് ആറ്റോമിക് പാർട്ടിക്കിളെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിലോട്ട് നോക്കുന്ന സമയത്ത് അത് വേറെ സ്വഭാവം കാണിക്കുന്നു. അപ്പോൾ ആ ഒബ്സർവ് ചെയ്യുന്നത് അതിന് മനസ്സിലാവുമെന്ന് പറയുമ്പോൾ ഈ രീതിയിൽ പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു കൈൻഡ് ഓഫ് ബോധം അവിടെ ഉണ്ടാവുന്നതിൻ്റെ എക്സിസ്റ്റൻസ് ആണല്ലോ അത് ആ രീതിയിൽ, അല്ലെങ്കിൽ അത് എഫക്റ്റ് ചെയ്യപ്പെടുന്നു, അതിന് രൂപം മാറുന്നു എന്ന് പറയുന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ചോദ്യം ചെയ്യാം. ഓക്കെ, അതിന് വരെ ഒരു ബോധം ഉണ്ട് പറയുമ്പോൾ എല്ലാതും അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെല്ലാം കോൺഷ്യസ്നെസ് ഇല്ല എന്ന് പറയുന്ന കാര്യം അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത് പ്രപഞ്ചത്തിൽ കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഒന്നുമില്ല എന്നുള്ളതാണ്. പ്രപഞ്ചം തന്നെ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു കട്ടയാണ്, അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു കടലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളെല്ലാം ഓരോ രൂപങ്ങളിലേക്ക് പ്രപഞ്ചത്തിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ അതിന് ആവശ്യമുള്ള അത്രയും ഒരു കോൺഷ്യസ്നെസ് അതിലുണ്ടാകുന്നു എന്നുള്ളതാണ്. ശരീരത്തിലേക്ക് സെപ്പറേറ്റ് വന്ന് പ്രവേശിക്കുന്ന ഒന്നാണ് ഈ ലൈഫ് അല്ലെങ്കിൽ ബോധം, ജീവൻ എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു മെഴുകുതിരിയിൽ തീ കത്തിക്കുകയാണ്. നമ്മൾ അവിടെ തീ കത്തിക്കുമ്പോൾ പുറമേ നിന്ന് അതിലേക്ക് ചൂട് വന്ന് കയറുന്നു എന്ന് പറയുന്ന പോലെയാണ്. അങ്ങനെയല്ലല്ലോ. തീ അവിടെ ഉണ്ടാകുമ്പോൾ ചൂടോട് കൂടെ തന്നെയാണ് അത് ഉണ്ടാകുന്നത്. തീയിൻ്റെ സ്വഭാവമായിട്ട് തന്നെ എന്തിരിക്കുന്നുണ്ട്, ചൂട് അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലെ ഈ ശരീരത്തിൽ തന്നെ ഈ ശരീരത്തിൻ്റെ ഒരു സൂക്ഷ്മ സ്വഭാവമായിട്ട് അതിൻ്റെ ബോധവും അതിൽ ഇൻബിൽട്ടായിട്ടുള്ളതാണ്. അതായത് ശരീരം ഒരു ജഡവസ്തുവും ഒന്നും അറിയാത്തൊരു ജഡവസ്തുവും അതിലേക്ക് ഒരു പുറമേ നിന്നൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രം ഇതൊരു ജീവവസ്തുവായി മാറുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ ചിന്തിക്കുന്ന ഈ ശരീരം ഉണ്ടാകുന്ന ഇത് അച്ഛൻ്റെ ശരീരത്തിലെ ബീജവും അമ്മയുടെ ശരീരത്തിലെ അണ്ടവുമായിരിക്കുന്ന സമയത്ത് പോലും ആ ബീജത്തിനും ഒരു ബോധമുണ്ട്, അണ്ടത്തിനും ഒരു ബോധമുണ്ട്. ആ ബീജാണ്ടങ്ങളുടെ ബോധം സങ്കലനം ചെയ്ത് അതൊരു ഏകകോശത്തിൽ നിന്ന് വളർന്നു വലുതാവുന്ന ഓരോ ഘട്ടത്തിലും അതിൽ ബോധമുണ്ട്, അതിൽ പ്രവർത്തനമുണ്ട്, അതിൽ ചലനമുണ്ട്, സകലതുമുണ്ട്. ഒരു പോയിന്റിൽ വെച്ചിട്ട് ചലിക്കാൻ തുടങ്ങുന്ന സാധനമൊന്നുമല്ല ഇത്. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ അതിൽ തെറ്റിദ്ധാരണയ്ക്ക് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോധം എന്ന് പറയുമ്പോൾ നമ്മളുടെ ലെവൽ ഓഫ് ബോധത്തിൽ നിന്ന് വ്യക്തിത്വത്തെയാണ് പലരും ബോധം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു ബീജത്തിന് ബോധം കൊണ്ട് നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യണം. ഓക്കെ, നമ്മുടെ പേഴ്സണാലിറ്റി നിന്നിട്ട് ആ ബീജം ഇങ്ങനെ അവിടെ പോകുന്നത് അങ്ങനെയല്ല. അതിനൊരു ലെവൽ ഓഫ് കോൺഷ്യസ് ലെവലിൽ വ്യത്യാസമുണ്ട്. ഒരു ബീജത്തിന് കൃത്യമായിട്ട് അത് സഞ്ചരിച്ച എഗ്ഗിനെ കണ്ടെത്തി അതിലേക്ക് സെറ്റാവുന്നില്ലേ അത് ആ ബീജം. അപ്പോൾ ആ ബീജത്തിന് ഒരു കൃത്യമായ വർക്കിംഗ് പ്രൊസീജിയർ അതിനകത്തില്ലേ, അത് അതിൻ്റെ ബോധമാണ്. ആ അണ്ടത്തിന് ആ ബീജത്തെ റിസീവ് ചെയ്യുവാനും ആ ഒരൊറ്റ ബീജത്തെ റിസീവ് ചെയ്യാനുള്ളൊരു കഴിവില്ലേ. 2-3 കൂടെ അങ്ങോട്ട് റിസീവ് ആയി കഴിഞ്ഞാൽ വ്യത്യാസം വരില്ലേ. അപ്പോൾ അണ്ടത്തിനും ബീജത്തിനും ഒരു ബോധമുണ്ട്. കോശത്തിന് ബോധമുണ്ടെങ്കിൽ അണ്ടത്തിനും ബീജത്തിനും ബോധമുണ്ട്, അതും കോശമാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് ആ നിമിഷം മുതൽ പ്രവർത്തിക്കുകയും ബോധം ഉൽപ്പാദിപ്പിക്കുകയും വളരുകയും ചെയ്യുന്ന ഒരു അനുസ്യൂതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മളെ ആ അണ്ടവും ബീജവും ഒന്നായ നിമിഷത്തിലുണ്ടായ ബോധം എന്താണോ ആ ബോധം ആ ഒരു 2 കോശങ്ങളുടെ മിശ്രണത്തിൽ നിന്നുണ്ടായ ഒരു സിസ്റ്റത്തിനെ ഒരു ജീവിയായിട്ട്, ഒരു കോശത്തിൽ നിന്നൊരു ജീവിയായിട്ട് ആ ബോധം ആ കോശത്തെ വളർത്തി ആ ബോധത്തിനനുസരിച്ചൊരു ശരീരത്തെ ഉണ്ടാക്കുന്നു. അവിടെ ബോധം ശരീരത്തെ നിർമ്മിക്കുകയാണ്. ശരീരത്തിലേക്ക് ബോധം വന്ന് കയറുകയല്ല. ആ ബീജത്തിലെയും ആ അണ്ടത്തിലെയും രജിസ്റ്റേർഡ് ഇൻഫർമേഷനും ആ രജിസ്റ്റേർഡ് അവബോധവുമാണ് അതിനനുസരിച്ചുള്ള ശരീരത്തെയാണ് അവിടെ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് പോയിന്റ് മുതൽ ആ കോൺഷ്യസ്നെസ്സാണ് അതിനു വേണ്ട ദേഹത്തെ നിർമ്മിക്കുന്നത്. അങ്ങനെ ആ ദേഹം വളരും തോറും ആ കോൺഷ്യസ്നെസ് അതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഇവല്യൂഷൻ രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ശരീരത്തിനും ബോധത്തിനും. അങ്ങനെ ഇപ്പം നമ്മൾ ഈ ഇരിക്കുമ്പോൾ നമ്മളുടെ ഈ ശരീരത്തിന് ഈ ജീവിതത്തിനനുസരിച്ച് ബോധം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബോധം അത് പുറത്തേക്ക് പ്രകടിപ്പിക്കപ്പെടുന്ന ബോധത്തെ നമ്മൾ വ്യക്തിത്വം എന്ന് വിളിക്കുന്നു. ആന്തരികമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബോധത്തെ നമ്മൾ അസ്തിത്വം എന്ന് വിളിക്കുന്നു. ബോധത്തിൻ്റെ 2 തലങ്ങളാണ്. എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, മാനിഫെസ്റ്റഡ് അല്ലാത്ത എക്സ്പ്രസ്ഡ് അല്ലാത്ത ഒരു ഏരിയ ഉണ്ട് നമുക്ക്.
അപ്പോൾ ബോധം എന്ന് പറഞ്ഞാൽ എന്താ? അൾട്ടിമേറ്റ്ലി കോശത്തിൻ്റെ ബോധത്തിൽ നിന്ന് ടിഷ്യൂവിൻ്റെ ബോധം, ടിഷ്യൂവിൽ നിന്ന് ഓർഗൻ്റെ ബോധം, ഓർഗനിൽ നിന്ന് അങ്ങനെ മനുഷ്യൻ്റെ ബോധം. അല്ലാതെ ഒരു സോൾ ശരീരത്തിൽ വന്ന് ഇങ്ങനെ കയറി അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചാൽ കുറേ ചോദ്യങ്ങൾക്ക് പിന്നെ ആൻസർ തരേണ്ടി വരും. അതാണ് എൻ്റെ ആൻസേഴ്സ്. എനിക്ക് തൃപ്തികരമായ ആൻസറുകൾ കിട്ടിയൊരു ഒരു ഡെഫിനിഷനാണ്. എനിക്ക് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ. അതുവരെയും ഈ കാര്യങ്ങൾ, ഈ വന്ന് കയറുന്ന ആത്മാവിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച അനവധി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതെനിക്ക് തൃപ്തികരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് തൃപ്തികരമാവുന്ന പലരും ഉണ്ടാവുമായിരിക്കാം, പലർക്കും ഇത് തൃപ്തികരമായിട്ടില്ലായിരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ മതങ്ങൾ പറയാലോ, അഭിപ്രായങ്ങൾ പറയാലോ. എനിക്ക് തോന്നുന്നു അതൊരു ലെവൽ ഓഫ് കംഫർട്ടിങ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. അതായത് മറ്റേ ചിന്താഗതി. അതെ, ഇതെനിക്ക് കംഫർട്ടിങ് ആണ്. അതെ, അതുകൊണ്ട് അത് ഉള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മരണം സംഭവിച്ചു എന്ന് വെച്ചാൽ ഓക്കെ, ഞാൻ പൂർണ്ണമായിട്ട് അങ്ങോട്ട് എൻ്റെ ആകുന്നില്ല, ഞാൻ ജീവിക്കുന്നു, വീണ്ടും ജീവിക്കുന്നു, വീണ്ടും വേറൊരു ലോകമുണ്ട്, വീണ്ടും റീബർത്ത്, അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അതെ, ഫിലോസഫീസ് അല്ലേ ഇതെല്ലാം. ഫിലോസഫീസ് എല്ലാം മനുഷ്യന് ഈ പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളുടെയും സീക്രട്ട് അറിയില്ല. അത് നമുക്ക് അറിയില്ല എന്ന് പറയാൻ പഠിച്ചാൽ മതി, അറിയില്ലാത്തത്. പക്ഷേ അറിയില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഡെഫിനിഷൻ വേണമെന്നാവുമ്പോൾ നമ്മൾ ഫിലോസഫിക്കലായിട്ട് ഓരോ ഡെഫിനിഷൻസ് ഉണ്ടാക്കി മനുഷ്യനെ സമാധാനിപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്നതാണത്. അത് സത്യമാവണമെന്നൊന്നും ഇല്ല. ഞാനീ പറഞ്ഞത് 100% സത്യമാവണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ലോജിക്കലി ഫിറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടാവും. ഇനി അപ്പോൾ ഒരു ചോദ്യം, നമ്മൾ ഈ ആരംഭിച്ച ആ ഒരു ഏകകോശാവസ്ഥയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് എത്ര ചെറുതായിരിക്കും. അത് ഒരു ബേസ് കോൺഷ്യസ്നെസ് ആണത് അല്ലേ. ഇന്ന് മൊയ്തീനായിരിക്കുന്ന ഈ അവസ്ഥയിൽ തോന്നുന്ന ആ ഒരു കോൺഷ്യസ്നെസ് അല്ലല്ലോ അത്. അപ്പോൾ നമ്മൾക്കിത് മരണം എന്ന് പറയുന്ന പ്രതിഭാസത്തെ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനനം എന്ന പ്രതിഭാസം ഒന്ന് ഡിഫൈൻ ചെയ്താൽ മതി. നമ്മളെ കോശാവസ്ഥയിൽ ഇരുന്ന് പിന്നെ ഭ്രൂണാവസ്ഥയിൽ വന്ന് ഗർഭസ്ഥ ശിശു അവസ്ഥയിലേക്ക്, ജനിച്ച ശിശു അവസ്ഥയിലേക്ക്, വളർന്നു വലുതായ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് വരുന്നതിൻ്റെ ഒപ്പം നമ്മളുടെ ഞാനെന്ന ബോധത്തിൻ്റെ ഇവല്യൂഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നില്ലേ? അതെ, അത് വളരെ ഗ്രാജ്വലി ആയിരുന്നു. അത് വളരെ ക്വിക്കായിട്ട് റിവേഴ്സ് ഇങ്ങോട്ട് ചെയ്യപ്പെടുന്നതാണ് മരണം. ശരീരം ഡിമോളിഷ് ആവുകയും ഈ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞ ബേസ് യൂണിറ്റിൻ്റെ കോൺഷ്യസ്നെസ്സിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു. അതായത് നമ്മളൊക്കെ കോശവിഘടനങ്ങൾ സംഭവിച്ച് ഈ പ്രകൃതി പ്രപഞ്ചത്തിലേക്ക് ലയിച്ചങ്ങോട്ട് ചേരുന്നു. അപ്പോൾ ഓരോ കോശത്തിനും ആ ബേസ് യൂണിറ്റ് ഓഫ് അവയർനെസ്സിലേക്ക്, ഈ അവയർനെസ്സിനെ, കോൺഷ്യസ്നെസ്സിനെ ഡയലൂട്ടായിട്ട് പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ഒരു കോശത്തിനൊക്കെ എന്ത് അവയർനെസ് ഉണ്ടോ ആ അവയർനെസ് തലത്തിൽ ഒരു ന്യൂട്രൽ അവയർനെസ് ആയിട്ട് അത് പ്രപഞ്ചത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നു. അപ്പോൾ എന്താ ഓരോ ജീവികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ അതിനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ, പ്രപഞ്ചം എന്നത് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു സമുദ്രം. അതിൽ നിന്ന് ഒരു കുമിള ഉണ്ടാകുമ്പോൾ ആ കുമിളയ്ക്ക് ഒരു താൽക്കാലിക എക്സിസ്റ്റൻസ് ഉണ്ട്. ആ കുമിള പൊട്ടുന്നതോടുകൂടെ ആ താൽക്കാലിക എക്സിസ്റ്റൻസ് വീണ്ടും ആ കടലിലേക്ക് തന്നെ തിരിച്ചു ചേർക്കപ്പെടുന്നു. പിന്നെ തൊട്ടടുത്ത് വേറൊരു കുമിള ഉണ്ടാവുന്നു. ചിലപ്പോൾ മറ്റേ കുമിളയുടെ ഇത്തിരി അംശത്തിലുണ്ടാവും വെള്ളം. അങ്ങനെ നിറയെ കുമിളകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു കടൽ എങ്ങനെയാണോ, അതുപോലെ ഈ പ്രപഞ്ചം എന്നുള്ളത് ഈ പരന്നു കിടക്കുന്ന അനന്തമായ ഊർജത്തിൽ നിന്നും രൂപഭാവങ്ങളായിട്ട് ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിങ്ങനെ വളർന്ന് വലുതാവുന്നു. അതിൻ്റെ ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് തിരിച്ചതിലേക്ക് തന്നെ ഇങ്ങനെ പോകും. ഇങ്ങനെ ചിന്തിക്കുന്നതാണ് ഞാൻ ഈ ആത്മ എന്ന ബോധത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ എല്ലാം എന്തിൽ നിന്നുണ്ടാകുന്നോ അത് എന്തിലേക്ക് തന്നെ തിരിച്ചു ലയിക്കുന്നോ ആ ഒരു ബേസിക് സർഫേസ് ഉണ്ടല്ലോ, അതിനെ ഞാൻ സോൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ എത്ര സോളുണ്ട്? അതാകെ എല്ലാത്തിനും കോൺസ്റ്റൻ്റ് ആയിട്ട് ഒന്നേ ഉള്ളൂ, എല്ലാത്തിനും കൂടെ ഒന്നേ ഉള്ളൂ. അതാണ് എൻ്റെ സ്പിരിറ്റ് എന്ന കോൺസെപ്റ്റ്. ഇത് നമുക്ക് അവെയർ ആവാനൊരു ഐഡിയ ഉണ്ട്. ഈ സ്പിരിറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, കുടിക്കുന്ന സ്പിരിറ്റിൻ്റെ കാര്യം പറയുന്നത്, സ്പിരിച്വാലിറ്റിയുടെ സ്പിരിറ്റ് അല്ല, അതും ഒരു സ്പിരിച്വാലിറ്റിയാണ് അല്ലേ. കുടിക്കുന്ന സ്പിരിറ്റിൻ്റെ കാര്യം, എന്തെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് ഗോതമ്പോ അരിയോ എന്താ ഫ്രൂട്ട്സ് എന്നൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് അല്ലേ. സ്പിരിറ്റ് എന്ന് പറയുന്നത് ഏതോ ഒരു വസ്തുവിൻ്റെ ജ്യൂസല്ല, അതിൻ്റെ ഏതോ ഒരു എസൻസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സ്വഭാവം മറ്റും മാറുന്നില്ലേ. നമ്മൾ ഗോതമ്പിൽ നിന്നും ഒരു ആൽക്കഹോളിക് കണ്ടൻറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഗോതമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഗോതമ്പ് മാവ് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഗോതമ്പ് പൊടി, ഗോതമ്പ് മാവ്, ഗോതമ്പിനെ പുഴുങ്ങിയെടുത്ത് കിട്ടുന്ന നീര്, ഇതിൻ്റെ ഏതിൻ്റെങ്കിലും സ്വഭാവമാണോ ഗോതമ്പിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ആ ഒരു ആൽക്കഹോളിക് കണ്ടൻറ്റിനുള്ളത്? അല്ല. ആ ലെവലിലേക്ക് അതങ്ങോട്ട് പോകുന്ന സമയത്ത് പിന്നെ അത് സാധനം വേറെയാണ്. ഗോതമ്പുമായിട്ട് ഇത് ഗോതമ്പിൽ നിന്നുണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗോതമ്പിൻ്റെ രുചിയുണ്ടോ?
ഗോതമ്പിൻ്റെ മണമുണ്ടോ? ഗോതമ്പിലെ മിനറൽസോ പ്രോട്ടീൻസോ എന്തോ അതിലുള്ളത് എന്തെങ്കിലും ഇതിലുണ്ടോ? എല്ലാം ഡിഫറെൻ്റ് അല്ലേ? ഇതുപോലെ മൊയ്തീൻ്റെ കോൺഷ്യസ്നെസ്സിലേക്ക് ഡീപ്ലി തിങ്ക് ചെയ്ത് പോകുമ്പോഴും ഞാൻ എൻ്റെ കോൺഷ്യസ്നെസ്സിലേക്ക് ഡീപ്ലി തിങ്ക് ചെയ്ത് പോകുന്നതും ഒരുപോലെയാണ് വാസ്തവത്തിൽ. ഇത് കളക്റ്റീവായിരുന്നു പ്രാക്ടീസ് ചെയ്ത് സമ്മതിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതായത് മൊയ്തീൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ വേറൊരു സാധനം, എൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ വേറൊരു സാധനമല്ല. നമ്മൾ രണ്ടാളും ഉണർന്നിരിക്കുന്ന സമയത്ത് രണ്ട് വ്യക്തിത്വമാണ്. രണ്ടുപേരും മനസ്സിൽ നടക്കുന്ന ചിന്തകളും അവയർനെസ്സൊക്കെ ബോധമൊക്കെ വേറെയാണ്. നമ്മൾ രണ്ടാളും കിടന്നുറങ്ങി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രണ്ടാളുടെ സ്വപ്നങ്ങളും ഡിഫറൻ്റാണ്. നമ്മൾ രണ്ടാളും സ്വപ്നം പോലും കാണാത്ത അഗാധ നിദ്രയിലാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ രണ്ടുപേരുടെയും സ്റ്റേജ് എന്താ? സെയിമാണ്. ഒന്നുമില്ലായ്മ, ന്യൂട്രൽ, ഒരു തോട്ട് പോലും ഇല്ലാത്ത അവസ്ഥയിലല്ലേ ഡീപ്പ് സ്ലീപ്പ്. അപ്പോൾ ഈ ഡീപ്പ് സ്ലീപ്പിനേക്കാളും അഗാധമായ ഒരു തലം വേറുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു തലത്തിലെത്തി നിൽക്കുമ്പോൾ നമ്മളുടെ എല്ലാം കോൺഷ്യസ്നെസ് ഒരു ന്യൂട്രാലിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അവിടെ നന്മ തിന്മയില്ല, ശരി തെറ്റില്ല, ഒന്നുമില്ല. അവിടെ ഒരു ന്യൂട്രൽ അവെയർനെസ്. ഇത് കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന, ജീവനോടെ ഇരിക്കുമ്പോൾ അച്ചീവ് ചെയ്യാവുന്ന ഒരു ഡെപ്തുള്ള ഏരിയയാണ്. നമ്മളിങ്ങനെ ജീവനോടെ വ്യക്തിയായിട്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളുടെ എല്ലാം ആ ടോട്ടൽ കോൺഷ്യസ്നെസ് ഓഫ് ദിസ് ബോഡി അതിങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അത് എപ്പോഴാണോ മരണം എന്ന് പറയുന്ന കാര്യം ഉണ്ടാകുന്നത്. എന്താണ് മരണം എന്ന് പറയുന്നത്? വാസ്തവത്തിൽ നമ്മൾ ജനിച്ച നിമിഷം മുതൽ അനുസ്യൂതം മരിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ബട്ട് ഇതിനൊരു ഇങ്ങനെ ഒരു സിസ്റ്റമായി നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പല കാരണങ്ങളുകൊണ്ട് നമ്മൾ എത്താം. അപകടം സംഭവിച്ചിട്ടോ രോഗം വന്നിട്ടോ വാർദ്ധക്യമായിട്ടോ മറ്റോ. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ വളർച്ച പിന്നീട് പോസിബിൾ അല്ല. പുതിയ കോശങ്ങൾ ഉണ്ടാവാതെയാവുകയും പഴയ കോശങ്ങൾ നശിച്ചു പോകുന്നതിൻ്റെ തോത് കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് തിരിച്ച് ബേസിക് യൂണിറ്റിലേക്ക് മടങ്ങുന്നു. ഈ ശരീരം അതിൻ്റെ സെല്ലുലാർ ഫോമിലേക്ക് തന്നെ തിരിച്ചു പോയി പിന്നീട് അത് ആറ്റമിക് സബാറ്റമിക് ലെവലിലേക്ക് തിരിച്ച് ലയിച്ചു ചേരുന്നു. അതോടുകൂടെ ഈ വ്യക്തിയായിരിക്കുന്ന സമയത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു ബോധം ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാന ബോധം, ആദ്യത്തിൽ ബീജവോ അണ്ടോ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ബോധത്തിൻ്റെ ലെവൽ എന്താണോ ചിലപ്പോൾ അതിനേക്കാൾ മുൻപത്തെ ബോധത്തിൻ്റെ അവസ്ഥയിലേക്ക് അത് തിരിച്ചു പോകുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ തന്നെയാണ് അടുത്തൊരു ജീവി ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത് കടലിലെ കുമിളകൾ പോലെ എന്ന്. കടലിൽ നിന്നൊരു കുമിള ഉണ്ടാകുമ്പോൾ ആ കുമിളയ്ക്കൊരു പ്രത്യേക എക്സിസ്റ്റൻസ് ഉള്ള പോലെ നമുക്ക് തോന്നും. പിന്നെ ആ കുമിള കടലിലേക്ക് തന്നെ പൊട്ടിച്ചേരും. കുമിളയായിരിക്കുമ്പോഴും അത് കടലിൻ്റെ ഭാഗം തന്നെയാണ്. പൊട്ടിച്ചേരുമ്പോൾ അത് എന്തായാലും കടലിൻ്റെ ഭാഗമാണ്. കുമിളയായിരിക്കുമ്പോഴും അത് കടലിൻ്റെ ഭാഗം തന്നെയാണ്. തിരമാലയും കടലും പോലെയെന്നും പറയാം. തിരമാല എന്ന് പറയുന്നത് കടലിൽ സംഭവിക്കുന്നൊരു പ്രതിഭാസമാണ്. തിരമാല എന്ന് പറഞ്ഞൊരു സാധനമില്ല. അപ്പോൾ ഈ ടോട്ടൽ അവെയർനെസ്, ടോട്ടൽ കോൺഷ്യസ്നെസ് ഓഫ് ഒരു ഹ്യൂമൻ ബോഡിയിലുള്ള എല്ലാ കോശങ്ങളുടെയും കൂടെ ചേർന്നുള്ള ആ ടോട്ടൽ അവെയർനെസ്സിനെ, കോൺഷ്യസ്നെസ്സിനെ ഒരു മനുഷ്യൻ്റെ ബോധം, ആത്മാ, സ്പിരിറ്റ് എന്ന് വിളിക്കാം. മൊയ്തീൻ്റെ കോറിലേക്ക് മൊയ്തീൻ സഞ്ചരിക്കുമ്പോഴും എൻ്റെ കോറിലേക്ക് ഞാൻ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ രണ്ടുപേരുടെ ആത്മാ എന്ന് പറയുന്ന ആ തലത്തിലേക്ക് നമ്മൾ എത്തിയാൽ, സോൾ കോൺഷ്യസ്നെസ് എന്ന തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ കോറിൽ രണ്ടും സെയിമാണ്. അപ്പോൾ പിന്നെ മൊയ്തീൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ആത്മാവൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാനും പറ്റില്ല ഏതാണോ എന്ന്. അപ്പോൾ നമ്മൾ ഈ സോൾ, ആത്മാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ജനറലി മനസ്സിലാക്കിയിരിക്കുന്നത് ഈ പ്രേതകഥകളിലൊക്കെ ഉള്ള പോലത്തെ സാധനങ്ങളാണ്. ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം ശരീരത്തിൽ നിന്ന് ഇറങ്ങിയ ഒരു സാധനം ശരീരമില്ലാന്നേ ഉള്ളൂ. ഇപ്പോൾ മൊയ്തീൻ്റെ ശരീരത്തിൽ നിന്ന് മരണത്തോടൊരു സാധനം ഇറങ്ങുന്നു. ആ സാധനത്തിന് മൊയ്തീൻ്റെ രൂപമില്ലാന്നേ ഉള്ളൂ. പക്ഷേ മൊയ്തീൻ്റേതായ എല്ലാ കയ്യിലിരിപ്പുകളുമുള്ള, അതേ ചിന്താഗതികളുള്ള, അതേ വ്യക്തിത്വവും അസ്തിത്വമുള്ള ഒരു എന്തോ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചിന്താഗതി കഥകളിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും അങ്ങനെ ഒരു സാധനം നിലനിൽക്കുന്നതിന് ഒരു ലോജിക്കും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇപ്പം മനസ്സിലായോ? അപ്പം മരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ജനനം എന്താണ്? ഒരു ബേസിക് ആയിട്ടുള്ള ബീജ അണ്ടബോധത്തിൽ നിന്നും വളർന്ന് വികസിച്ച് കാലങ്ങളെ കൊണ്ട് വളർന്ന് വികസിച്ച ഒരു ബോധം ആണ് നമ്മുടേത്. ഇത് കുറച്ച് സമയം കൊണ്ട് ക്വിക്കായിട്ട് അതിൻ്റെ പഴയ തലത്തിലേക്ക് തിരിച്ച് ആ അടിസ്ഥാന ബോധത്തിലേക്ക് അങ്ങോട്ട് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ അത് മരണത്തിലേക്ക്, ബോധത്തിൻ്റെ മരണത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ബോധം മരിക്കുകയല്ല ചെയ്യുന്നത്, ശരീരവും മരിക്കുകയല്ല ചെയ്യുന്നത്, വേറെ ഫോമിലോട്ട് പോകുന്നു. അത് അതിൻ്റെ ബേസിക് റോ മെറ്റീരിയലിലേക്ക് ലയിച്ച് ചേർന്ന് വീണ്ടും അതിൽ നിന്ന് പുതിയ സാധനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന സ്പിരിച്വാലിറ്റിയുടെ ഡെഫിനേഷനിൽ ഞാൻ പറയുന്നത് ശരീരവും ബോധവും ഒന്നിനും മരണമൊന്നുമില്ല. അത് ഈ രൂപത്തിൽ നിൽക്കുന്ന ആ ഒരു അത് സാധനം മരിച്ചു പോയി എന്ന് മാത്രം. നമ്മൾ 100 ചട്ടികൾ അടിച്ചുടച്ച്
കളഞ്ഞാൽ ചട്ടികൾ നശിച്ചു, പക്ഷെ കളിമണ്ണ് നശിച്ചിട്ടില്ലല്ലോ, അതവിടെ തന്നെ കിടക്കണ്ടല്ലോ. അതുപോലെയാണ് ഈ ബേസിക് റോ മെറ്റീരിയലിന് നാശമില്ലല്ലോ. അപ്പോൾ ആ നാശമില്ലാത്ത അവസ്ഥ ബോധത്തിൽ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അതിനെ ആത്മബോധം എന്ന് നമുക്ക് വിളിക്കാം. അതുകൊണ്ട് ആത്മബോധത്തിലെത്തിയ വ്യക്തികൾക്ക് 2 അവസ്ഥകളുണ്ടാവും, അവരെ എക്സ്പീരിയൻസ് ചെയ്യും. ഒന്ന്, ഞാനും നീയും ഒക്കെ ഒരേപോലത്തെ ഒരു ഫീല് കിട്ടും. നിനക്ക് വേദനിക്കുന്ന എനിക്ക് വേദനിക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. മറ്റൊന്ന്, കുറച്ച് ന്യൂട്രലായിരിക്കും. ആത്മബോധത്തിലെത്തിയ വ്യക്തികൾ കുറച്ച് ന്യൂട്രലായിരിക്കും. ഒരു സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സിറ്റുവേഷനുകളിലൊക്കെ ഒരു ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്നവരായിരിക്കും. ഇതാണ് സോൾ എന്നുള്ളതിൽ, അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നുള്ളതിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ റീബർത്ത് എന്ന് പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് തന്നെ മാറിപ്പോകുമെന്ന് പറയാം. എനിക്കിപ്പോൾ അനിൽ സാറ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നത് വെച്ചാൽ ഈ രീതിയിൽ എടുക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അതായത് സോള് മരിച്ചു, അപ്പോൾ ശരീരത്തിൽ നിന്ന് എണീറ്റ് പോയി, പിന്നെ വീണ്ടും വേറെ ശരീരത്തിലോട്ട് കയറി, അങ്ങനത്തെ വേണ്ട. സോൾ ജമ്പിങ് ഫ്രം എ ബോഡി ടു അനദർ ബോഡി എന്ന് വേണ്ട ആവശ്യമില്ല. അത് തന്നെ എനിക്കൊരു അവിടെ തന്നെ ഒരു ആൻസർ വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ റീബർത്ത് ഉണ്ട്, ഞാൻ പറയടിച്ച റീബർത്ത് ഉണ്ട് എന്നേ പറയുള്ളൂ. പക്ഷേ നമ്മൾ കഥകളിൽ കേട്ടതും അങ്ങനെയുള്ള രീതിയിലല്ല. റീബർത്ത് എന്ന് പറയുന്നത് നമ്മൾ പോയി വേറെ നമ്മളുടെ ഈ റോ മെറ്റീരിയൽ കൊണ്ട് തന്നെ വേറെ ഫോമിൽ നമ്മൾ ആവുന്നു. അടിസ്ഥാനം അപ്പോഴും സെയിം തന്നെയാണ്. അത് തന്നെയാണ് റീബർത്ത്. ഇപ്പോൾ മരിച്ചിട്ട് തന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ റീബർത്തിന് നല്ലൊരു എക്സാമ്പിൾ പറയാം. ഒരു പന്തൽ ഡെക്കറേഷൻ ടീമിൻ്റെ കയ്യിൽ കുറച്ച് തുണികളുണ്ട്, കുറച്ച് തൂണുകളുണ്ട്, കുറച്ച് സ്വർണത്തിൻ്റെ കളറിൽ എന്തൊക്കെയോ മെറ്റീരിയൽസ് ഉണ്ട്, കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. ഒരു ഓഡിറ്റോറിയത്തിൽ പോകുമ്പോൾ അവിടുത്തെ സ്റ്റേജിനനുസരിച്ച് അവർ അവിടെ ഒരു സ്റ്റേജ് കോംബോ ബർത്ത് കൊടുക്കുന്നു, അതിന് ബർത്ത് കൊടുക്കുന്നു അവരവിടെ. ആ പരിപാടി കഴിഞ്ഞാൽ അത് വൈൻഡപ്പ് ചെയ്യുന്നു, അത് തിരിച്ചുകൊണ്ട് വയ്ക്കുന്നു. വേറൊരു സ്റ്റേജിൽ വേറൊരു രീതിയിൽ പിന്നെ ഇവർ കൊണ്ട് വീണ്ടും ഒരു ബർത്ത് കൊടുക്കുന്നു, ഒരു കോംബോ. ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ള മെറ്റീരിയൽ സെയിമാണ്, പക്ഷെ ഇവർ ഓരോ സ്റ്റേജിനനുസരിച്ച് അവിടെ പുതിയ പുതിയ രൂപങ്ങൾക്ക്, പുതിയ പുതിയ ഭംഗികൾക്ക് ബർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു വസ്തു, ഇവരുടെ കയ്യിലുള്ള ഈ പ്രത്യേക തുണിയും തൂണും പൂക്കളും സാധനങ്ങളും എത്ര റീബർത്ത് എടുക്കുന്നുണ്ട്. ആ അടിസ്ഥാന വസ്തു റീബർത്ത് എടുത്തുകൊണ്ടേയിരിക്കില്ല ഓരോ കല്യാണങ്ങൾക്കും. ഇതേപോലെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന വസ്തുവായിരിക്കുന്ന ബോധം, പദാർത്ഥം, എന്തായാലും ബോധം തന്നെ പദാർത്ഥം, രണ്ടിനെയും രണ്ടായി പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അടിസ്ഥാന വസ്തു ഒന്നേ ഉള്ളൂ. അത് ആ എനർജി ഈക്വൽ ടു E=mc² എന്ന് പറയുന്നത്, ഇത് രണ്ടല്ലല്ലോ. അപ്പോൾ ഇതാണ് റീബർത്ത്. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു ചെടിയാണ് ജീവനെയും ബോധത്തെയും ഒക്കെ ഒരു മൃതവസ്തു, ഒരു നിർജീവ വസ്തുവിൽ നിന്ന് ജീവവസ്തുവിനെ ഉണ്ടാക്കുന്ന കഴിവുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായ സാധനമാണ് ചെടികൾ. ചെടികൾക്കാണ് അതിനുള്ള കഴിവുള്ളത്. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഊർജ്ജ സ്രോതസ് ഏതാ? ഭൂമിയുടെ അടിസ്ഥാന ഊർജ്ജ സ്രോതസ് ഏതാ? സൂര്യനാണ്. വേറെയും കുറേ കാര്യങ്ങളുണ്ടെങ്കിലും സൂര്യനാണ് വിസിബിളായിട്ടുള്ള ഊർജ്ജ സ്രോതസ്. ഈ സൂര്യൻ്റെ ഊർജ്ജത്തെയും ഭൂമിയിൽ നിന്ന് കിട്ടാവുന്ന ധാതു ലവണങ്ങളെയും വെള്ളത്തെയും വായുവിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ നമ്മൾ പൊതുവെ നിർജീവം എന്ന് വിളിക്കുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് ജീവനുള്ള, അതായത് വളരുവാനും പ്രജനനം ചെയ്യുവാനും ഒക്കെ ശേഷിയുള്ള, പ്രതികരിക്കുവാൻ പോലും ചിലപ്പോഴൊക്കെ ചില ചെടികൾക്ക് ശേഷിയുള്ള ഒരു ജീവവസ്തുവായിട്ട്, ഒരു നിർജീവ വസ്തുവിനെ ജീവവസ്തുവായിട്ട് പരിണമിപ്പിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ് ഫോട്ടോസിന്തസിസ്. അതിലും വലിയൊരു അത്ഭുതം എനിക്ക് ലോകത്ത് തോന്നിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഫോട്ടോസിന്തസിസാണ്. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ചെടികളോട് ഭയങ്കര സ്നേഹം. നിർജീവ വസ്തുവിനെ ജീവവസ്തുവാക്കുന്ന അടിസ്ഥാന ജീവോൽപാദന കേന്ദ്രങ്ങളാണ് ചെടികൾ. ചെടികളാണ് അടിസ്ഥാന ജീവൻ്റെ ഉൽപാദകർ. ആ ചെടികളെ ഭക്ഷിക്കുന്നു. ഉദാഹരണം പറയുക, ആ ചെടിയെ ഒരു പശു ഭക്ഷിക്കുന്നു. അപ്പോൾ ആ ചെടിയിലെ ജീവൻ ആരുടെ ജീവനായി മാറി? പശുവിൻ്റെ ബോധവും പശുവിൻ്റെ അവെയർനെസ്സും പശുവിൻ്റെ എല്ലാം പിന്നെ ആ ചെടിയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടിട്ടാണ്, ഫ്യൂവൽ ചെയ്തിട്ടാണ് പശു ജീവിക്കുന്നത്. പശുവിൻ്റെ കുറച്ച് ദിവസത്തെ ജീവൻ ആ പുല്ലാണ്. പിന്നെ ആ പുല്ല് പശുവായി മാറി. ആ പശു പാലുണ്ടാക്കുന്നു, ചാണകം ഇടുന്നു, ഒക്കെ ചെയ്യുന്നു. പാല് കുടിക്കുമ്പോൾ പശുവിൻ്റെ ജീവൻ ഒരു മനുഷ്യന് ജീവൻ പകരുന്നു. ഇനി ആ ചാണകമായിട്ട് വീണു അവിടെ, ബാക്കി ആ ചണ്ടിപ്പുല്ല്. ആ ചാണകത്തിലും ഈ ചെടിയിൽ നിന്ന് വന്ന ആ സാധനവും പശുവിൻ്റെ ശരീരത്തിലെ പലതും ചേർന്ന് വേറൊരു ഫോമാണത്.
അത് നമ്മളൊരു ഉരുളക്കിഴങ്ങിന് കൊണ്ടിടുന്നു. ആ ഉരുളക്കിഴങ്ങ് ചാണകത്തിൽ നിന്ന് ജീവൻ ഉണ്ടാക്കുന്നു. ഇനി ആ ഉരുളക്കിഴങ്ങിനെ എൻ്റെ അമ്മ തിന്നു അല്ലെങ്കിൽ അച്ഛൻ തിന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ശരീരമായിട്ട് മാറുന്നു ഉരുളക്കിഴങ്ങ്. പിന്നെ അച്ഛൻ്റെ ബീജകോശം ഉണ്ടാകുന്നു. ആ തിന്ന വസ്തുവിൽ നിന്നൊക്കെ അച്ഛൻ്റെ ബീജകോശം ഉണ്ടാകും. ആ ബീജകോശത്ത് ഞാനുണ്ടാവും, അമ്മയുടെ അണ്ടകോശം കൂടെ ചേർന്നിട്ട്. അപ്പോൾ ഒരു പുല്ലിലേക്ക് കയറി കൂടിയ ആ ഒരു സാധനം ഉണ്ടല്ലോ, പ്രകാശവും വായുവും വെള്ളവും ഒക്കെ കൂടെ ചേർന്ന് അവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയ സാധനം ഇപ്പോൾ എത്ര റീബർത്ത് എടുത്തു? അത് പുല്ല് പശുവായി മാറുന്നു, പാലും ചാണകവുമായിട്ട് മാറുന്നു, അവിടെ നിന്ന് അത് ഉരുളക്കിഴങ്ങായി മാറുന്നു, അതെൻ്റെ അച്ഛനായി മാറുന്നു, പിന്നെ അത് ഞാനായി മാറുന്നു. എന്തോ ഒരു കോമൺ സാധനം, ഒരു ത്രെഡ്, ഒരു ഊർജം ഇതിൻ്റെയൊക്കെ ഉള്ളിലൂടെ കയറി ഇറങ്ങിയില്ലേ ഒരു ഊർജം. ഈ ഊർജമാണ് അടിസ്ഥാന ഊർജം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ അടിസ്ഥാന ഊർജം റീബർത്ത് എടുത്തുകൊണ്ടിരിക്കുന്നില്ലേ? ആ അടിസ്ഥാന ഊർജം ഒന്നാണെന്നും അത് തുടർച്ചയായി പലതിലും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പലതും ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ആയതിൽ നിന്ന് അത് സീറോയിലേക്ക് പോകും, വീണ്ടും പുതിയൊരു ഫോമിലേക്ക് വരും. ഇങ്ങനെ പോവുകയാണെങ്കിൽ റീബർത്ത് ഉണ്ടല്ലോ, ഉണ്ട്. പക്ഷേ റീബർത്തിലെ ഒരു കോൺസെപ്റ്റ് ഇതിലുണ്ടാവില്ല. ഞാൻ മൊയ്തീനെ എന്തെങ്കിലും ചെയ്തു, മൊയ്തീൻ വീണ്ടും ഒരു ജന്മം എടുത്ത് അത് പകരം വീട്ടുന്നു, അങ്ങനെയൊന്നുമില്ല. ആ ഒരു ഞാനെന്ന പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മൊയ്തീൻ എന്ന പേഴ്സണും അനിൽകുമാർ എന്ന പേഴ്സണും റീബർത്ത് എടുക്കുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ മണ്ടത്തരാണെന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ വിചാരം, എൻ്റെ അറിവ്. കാരണം പേഴ്സൺ അല്ല റീബർത്ത് എടുക്കുന്നത്, ഊർജ്ജമാണ് റീബർത്ത് എടുക്കുന്നത്. ഊർജ്ജത്തിന് എന്ത് പേഴ്സണാലിറ്റിയാണ് ഉള്ളത്? ഊർജ്ജത്തിന് വല്ല പേഴ്സണാലിറ്റി ഉണ്ടോ? ഇല്ല. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, മൊയ്തീൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മൊയ്തീൻ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുക, മൊയ്തീൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിനനുസരിച്ച് മൊയ്തീനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി മൊയ്തീൻ്റെ ഉള്ളിലുണ്ടായ ഒരു ടാറ്റിക്കാണ് മൊയ്തീൻ്റെ പേഴ്സണാലിറ്റി. പോസിറ്റീവാകാം നെഗറ്റീവാകാം. ബട്ട് അതിന് ഈ ഊർജം അതിനെ ബാധിക്കുന്നില്ലത്. ഈ അടിസ്ഥാന ഊർജ്ജം, അല്ലെങ്കിൽ നമ്മൾ സോൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് വ്യക്തിത്വമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ്. അത് ഒരാളുടെ വ്യക്തിത്വമല്ല, അതെല്ലാവരുടെയും സെയിമാണ്. ഈ ലോകത്ത് ഏറ്റവും പുണ്യവാൻ്റെയും ഏറ്റവും വലിയ ക്രൂരൻ എന്ന് വിളിക്കുന്ന ആളുടെയും ഈ സോൾ യൂണിറ്റ് എന്ന് പറയുന്ന ആ ഏരിയയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സെയിമാണ്, ന്യൂട്രലാണ്. കാരണം ഇവരെല്ലാം കിടന്നുറങ്ങുന്ന സമയത്ത് അഗാധ നിദ്രയിൽ സെയിമാണല്ലോ. അപ്പോൾ അതിനേക്കാളും സെയിമായിരിക്കും സോൾ എന്ന് പറയുന്ന സ്റ്റേജിൽ. അപ്പോൾ റീബർത്ത് എടുക്കുന്നത് കർമ്മത്തിൻ്റെ കടങ്ങൾ വീട്ടാനാണെന്നോ, നമ്മളിനി അനുഭവിച്ച് തീരാനുള്ളത് അടുത്ത ജന്മം പോയി അനുഭവിക്കണം, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ കണക്റ്റ് ആവുന്നില്ല. അവിടെയാണ് കർമ്മ കണക്റ്റ് ആവുന്നത്. അതാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് ചാടേണ്ടി വരും നമ്മൾ, കർമ്മ. അപ്പോൾ കർമ്മ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കർമ്മയ്ക്കും ലോകത്തിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, മോശകർമ്മം ചെയ്യുന്നവന് മോശം കിട്ടും എന്നൊക്കെയാണ് പൊതുവെയുള്ള കർമ്മയുടെ റൂള്. പക്ഷെ നമ്മൾ ഈ ലോകത്ത് നോക്കുമ്പോൾ നല്ലത് ചെയ്തിട്ട് മോശാനുഭവങ്ങളോടെ ജീവിക്കുന്നവനെയും നമ്മൾ കാണാറുണ്ട്, മോശ കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവനെയും കാണാറുണ്ട്. മാത്രമല്ല നല്ലത് ചെയ്തിട്ട് നല്ലത് അനുഭവിക്കുന്നവനെയും കാണുന്നുണ്ട്, മോശം ചെയ്തിട്ട് മോശം അനുഭവിക്കുന്നവനെയും കാണുന്നുണ്ട്. ഇത് എല്ലാ തരത്തിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ പ്രിൻസിപ്പിൾ അവിടെ വർക്കൗണ്ടോ? ഇല്ല. നല്ലത് ചെയ്താലും മോശം ചെയ്താലും നല്ലത് അനുഭവിക്കുന്നവനുണ്ട്, നല്ലത് ചെയ്താലും മോശം ചെയ്താലും മോശമായ അനുഭവങ്ങൾ ഉണ്ടാവുന്നവനുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ അവിടെ എന്ത് പ്രിൻസിപ്പിളാണ് ഉള്ളത്? അത് ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രിൻസിപ്പിളാണ്. അതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലത് ചെയ്തവനൊക്കെ ഇവിടെ നല്ലത് അനുഭവിക്കണം. ഈ ലോകത്തെ മുഴുവൻ നന്മ പഠിപ്പിക്കുവാൻ വന്ന പലരും ക്രൂരപീഡനങ്ങൾക്ക് വിധേയമായി മരിച്ച ലോകമാണത്, കൊന്നുകളഞ്ഞവരെ, അങ്ങനത്തെ ലോകമാണത്. അപ്പോൾ ആ പ്രിൻസിപ്പിളിന് എന്ത് വിലയുള്ളത്? പിന്നെ നമുക്കപ്പോൾ ചിന്തിക്കാൻ പറ്റുക, അപ്പോൾ ഈ ലോകത്തിൽ നീതിയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾക്ക് മരണശേഷം വേറൊരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് ശിക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം തരാം, നല്ലത് ചെയ്തതിന് പുണ്യം, സ്വർഗം തരാം, നരകം തരാം എന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ പുനർജന്മം എടുത്ത് അനുഭവിക്കുക എന്നും ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്തും നമ്മൾക്ക് ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ഉദാഹരണത്തിന് മൊയ്തീൻ എന്ന വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ, ഇപ്പോൾ മൊയ്തീൻ ഒരു ദുഷ്ടനാണെന്ന് വിചാരിച്ചു. അപ്പോൾ മൊയ്തീൻ ഒരു ദുഷ്ടനായി മാറിയതിൻ്റെ 100% ഉത്തരവാദിത്വം മൊയ്തീനാണുള്ളത്. 100%. ഞാൻ ആദ്യമൊരു കാര്യം പറയാം. മൊയ്തീൻ എന്ന വ്യക്തി ഉണ്ടായിരിക്കുന്നതിന് കുറേ കോമ്പണൻസ് ഉണ്ട്. മൊയ്തീൻ്റെ ജെനറ്റിക്സ്, മൊയ്തീൻ്റെ അച്ഛനും അമ്മയിലൂടെ പരമ്പരയിൽ നിന്ന് പകർന്നു കിട്ടിയ ജെനറ്റിക്സിൻ്റെ ഒരു കോമ്പൗണ്ട് മൊയ്തീൻ്റെ ബേസ് സ്വഭാവ സവിശേഷതകൾ. മറ്റൊന്ന് മൊയ്തീൻ്റെ ചെറുപ്പകാലത്തിൽ മൊയ്തീന് കിട്ടിയ ട്രീറ്റ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്.
മറ്റൊന്ന് മൊയ്തീൻ്റെ ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടി മൊയ്തീൻ ഇപ്പോൾ വരയ്ക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന ചില പാഠങ്ങൾ, നല്ലതും ആവാം മോശമാവാം. ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ആകത്തുകയാണ് മൊയ്തീൻ. പിന്നെ മൊയ്തീൻ ജീവിക്കുന്ന രാജ്യത്തിലെ നിയമവ്യവസ്ഥകളും പിടിപ്പുകേടുകളും നല്ലതും മോശവും ഒക്കെ അതിൽപ്പെടും. മൊയ്തീൻ ജനിച്ച മതത്തിൻ്റേതായ ചിന്താഗതികളും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് ഈ ലോകത്തിൽ നിന്ന് ആയിരക്കണക്കിന് കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു വ്യക്തിത്വമാണ് മൊയ്തീൻ്റെ ഇപ്പോഴുള്ള വ്യക്തിത്വം. അങ്ങനെയുള്ള മൊയ്തീൻ്റെ കയ്യിൽ നിന്ന് ഒരു നല്ലത് സംഭവിച്ചാലോ ഒരു മോശം സംഭവിച്ചാലോ അതിൻ്റെ 100% ഉത്തരവാദിത്വം മൊയ്തീനാണ്. പല രീതിയിൽ അത് ഇൻഫ്ലുവൻസ്ഡ് ആണ്. കാരണം മൊയ്തീൻ ഇങ്ങനെ ഉണ്ടായതല്ല. മൊയ്തീൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു പരമ്പരയുടെ ഒരു കണ്ണിയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ മൊയ്തീന് മാത്രം 100% ഉത്തരവാദിത്വം എടുക്കേണ്ട ഒരു പുണ്യപ്രവൃത്തിയോ പാവപ്രവൃത്തിയോ ഉണ്ടോ? മൊയ്തീൻ ഒരു പുണ്യം ചെയ്യുന്നുണ്ടെങ്കിൽ 100% മൊയ്തീൻ്റെ കാര്യമല്ലത്. മൊയ്തീനെ പ്രസവിച്ചിട്ട അമ്മയുടെയും അച്ഛൻ്റെയും പരമ്പരകളിൽ നിന്ന് കിട്ടിയ ജെനറ്റിക്സിലൊരു സപ്പോർട്ടുണ്ട്, നന്മയുടെ എന്തോ നന്മകളുടെ സപ്പോർട്ടുള്ള ജെനറ്റിക്സ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ചിന്തിക്കുവാനും മറ്റുള്ള കഴിവ്. മൊയ്തീൻ്റെ ചൈൽഡ്ഹുഡിൽ അത്തരത്തിലുള്ള ട്രീറ്റ് കിട്ടിയിട്ടുണ്ട്. മൊയ്തീൻ്റെ കോൺഷ്യസ്നെസ്സിനെ, മൊയ്തീൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ നല്ലൊരു അധ്യാപകനെ കിട്ടിയിട്ടുണ്ടാവും, നല്ലൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടാവും, നല്ലൊരു രാജ്യ നിയമ വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും മൊയ്തീൻ ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടാവുക. മൊയ്തീൻ ചെയ്തൊരു നല്ല പ്രവൃത്തിക്ക് മൊയ്തീന് സ്വർഗത്തിൽ വെച്ചോ അടുത്ത ജന്മത്തിലോ മൊയ്തീൻ ഒരു ഗിഫ്റ്റ് തരികയാണെന്ന് വിചാരിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ നീതി സിസ്റ്റം തെറ്റാണ്. ഇത്രയും പേർക്ക് അതിൻ്റെ അനുബന്ധ സമ്മാനങ്ങൾ കൊടുക്കണ്ട. അതിന് ഒരാൾക്ക് ഒറ്റയ്ക്കായിട്ട് ഒരു പുണ്യത്തിനും പാപത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം വി ആർ ഇൻ്റർലിങ്ക്ഡ്. പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുവും ഇൻ്റർലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് മൊയ്തീൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റിന് 100% മൊയ്തീനെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ചിന്താഗതി. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തി കുറ്റവിചാരണ ചെയ്ത ആ വ്യക്തിക്ക് പണിഷ്മെൻ്റ് ഇനി അടുത്ത ജന്മത്തിലോ സ്വർഗത്തിലോ നരകത്തിലൊക്കെ കൊടുക്കാൻ എങ്ങനെ പറ്റും? അങ്ങനെ കുറ്റവിചാരണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പുണ്യം ചെയ്ത് നല്ല സ്വഭാവ സവിശേഷതകളോടുകൂടിയ മൊയ്തീൻ്റെ അച്ഛനും അമ്മയും. മൊയ്തീൻ നല്ല മോശ സ്വഭാവമുള്ള ഒരാളുമാണെന്ന് വിചാരിച്ചോ, അപ്പോൾ മൊയ്തീൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തായാലും ശിക്ഷ കൊടുക്കേണ്ടി വരും, നല്ലവരാണെങ്കിലും. കാരണം ജെനറ്റിക്സ് തന്നത് അവരാ. വലിയൊരു ശതമാനമാണ് മൊയ്തീൻ്റെ, അത് അവരാ തന്നത്. അവരെന്തിനാ മൊയ്തീനെ ജനിപ്പിച്ചേ? അതുകൊണ്ടല്ലേ മൊയ്തീൻ ഇങ്ങനത്തെ ആയത്. വേറൊരു അച്ഛനമ്മൻ്റെ ജെനറ്റിക്സിൽ ജനിച്ചിരുന്നെങ്കിൽ മൊയ്തീൻ ഇങ്ങനെ ആവില്ലായിരുന്നല്ലോ. അപ്പോൾ ഒരു വ്യക്തിയുടെ സാഹചര്യം പലതരത്തിൽ ആ വ്യക്തി അങ്ങനെയൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടൊരു വ്യക്തിയുടെ കുറ്റത്തെ 100% അയാളുടെ തലയിൽ ആരോപിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നത്. ഏത് നീതിയാണ് അപ്പോൾ അവിടെ പ്രവർത്തിക്കുക? അയാൾക്ക് വേണമെങ്കിൽ തിരിച്ച് ക്ലെയിം ചെയ്തുകൂടെ, ഞാൻ ഈ അച്ഛൻ്റെ അമ്മയുടെയും കുട്ടിയായി ജനിക്കേണ്ടി വന്നതുകൊണ്ടാണ് എൻ്റെ സ്വഭാവത്തിൽ ഇത്തരം കാര്യങ്ങൾ വന്നത്, അവരുടെ പരമ്പരയിലെ ഏതോ ജെനറ്റിക്സ് അതിന് സ്വാധീനിച്ചിട്ടുണ്ട്, എന്നെ വേറൊരു അച്ഛൻ്റെ അമ്മൻ്റെയും കുട്ടിയെ ജനിപ്പിച്ചുകൂടായിരുന്നോ എന്ന് തിരിച്ചു വെച്ചാൽ ഈ കർമ്മത്തിൻ്റെ തമ്പുരാക്കന്മാരോട്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ലോജിക്കില്ല. ഇത് മനുഷ്യൻ നിർമ്മിച്ച ലോസാണ് ഈ കർമ്മ നിയമമൊക്കെ. അതുകൊണ്ട് അതിൽ കുറേ ലോജിക്ക് മിസ്സിങ് ഉണ്ട്. അങ്ങനെയൊന്നും ചിന്തിച്ചാൽ കർമ്മ നിയമത്തിനൊരു അന്തം കിട്ടില്ല. ഞാനും മനസ്സിലാക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നീതി എന്നൊരു സാധനം ഇല്ല എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൽ ഒരു നീതിയും വർക്കാവുന്നില്ല. മനുഷ്യനുണ്ടാക്കിയതാണ് നീതി. മനുഷ്യൻ നീതിബോധം ഉണ്ടാവാൻ നീതിബോധം എന്നൊരു സാധനം മനുഷ്യൻ്റെ ഇവല്യൂഷൻ സംഭവിച്ച ശേഷം, മനുഷ്യൻ രാജ്യവും നിയമവും നാടുവാഴികൾ നിയമം നടപ്പിലാക്കലൊക്കെ തുടങ്ങിയ ശേഷം, ഇയാൾക്ക് നീതി കിട്ടണം, ഇയാൾക്ക് നീതി കിട്ടിയില്ല, ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം മനുഷ്യൻ നീതിയെ കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ചേട്ടാ, ഈ ആൾക്ക് ഈ ജന്മത്തിലൊരു നീതി കിട്ടിയില്ലല്ലോ. രാജാവ് പോലും അയാളെ ശിക്ഷിക്കുക ചെയ്തു, പക്ഷേ ശരിക്കും അയാൾ കുറ്റം ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾക്ക് ഇനി എവിടുന്ന നീതി കിട്ടുക? അപ്പം നീതി എന്നതിനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് കണ്ടുപിടിച്ച നീതിയും കോടതിയൊക്കെ വെച്ചിട്ടേ നമ്മൾ പ്രപഞ്ചത്തെ വിലയിരുത്താൻ തുടങ്ങിയപ്പോൾ ഒരു പ്രപഞ്ച നീതി എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ചിന്തിച്ചുണ്ടാക്കിയതാണ്. അല്ലാതെ പ്രപഞ്ചത്തിന് നീതിയൊന്നുമില്ല. അങ്ങനെയാണ് ഈ മാനിന് എന്താ നീതി ഉള്ളത്? എല്ലാ സിംഹങ്ങളും മാനിനെ പിടിച്ച് തിന്നുന്നു. അതിന് എവിടെ പോയി അത് കേസ് കൊടുക്കും? കുറച്ചു കാലം മാനുകളൊക്കെ സിംഹത്തിന് തിന്നുന്ന പോലെ ആക്കി കൊടുക്കുമ്പോഴല്ലേ നീതി ടാലിയാവുള്ളൂ അവിടെ. അല്ല, ഈ സിംഹം മാനിനെ പിടിക്കുന്നതിൽ എന്താ തെറ്റ്? കാരണം സിംഹത്തിന് ചോറ് വെച്ച് കഴിക്കാനുള്ള സിസ്റ്റം കൊടുത്തിട്ടില്ല. സിംഹത്തിന് മറ്റൊരു ജീവിയെ പിടിച്ച് തിന്നുന്ന സിസ്റ്റമാണ് അതിലുള്ളത്. അപ്പോൾ സിംഹം മാനിനെ പിടിച്ച് തിന്നല്ലേ വഴിയുള്ളൂ. പുല്ലൊന്നും ജീവിക്കണ മെക്കാനിസം അല്ല അതിൻ്റെ. അപ്പോൾ അവിടെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടോ സിംഹം? ഇല്ല. അപ്പോൾ തെറ്റ് ചെയ്യുന്നില്ല. പക്ഷെ മാനിന് ജീവിക്കുവാനുള്ള അവകാശമുണ്ടോ ഈ ലോകത്തിൽ? മാനിന് കുട്ടിയും കുടുംബമായിട്ട് ജീവിക്കുവാൻ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചോ. അതിൻ്റെ ആഗ്രഹത്തിൻ്റെ മേലെ ഈ സിംഹം പോയി ഇൻ്റർഫിയർ ചെയ്യുന്നില്ലേ?
ഈ സിംഹം മാനിനെ പിടിച്ച് തിന്നേണ്ട ഒരവസ്ഥയിൽ ജീവിക്കുന്നുണ്ടല്ലേ അതിൻ്റെ ജന്മം ഇത് നശിപ്പിക്കുന്നത്. ഇങ്ങനെ കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നീതി ഉണ്ട് എന്ന് പറയുന്നത് എന്ത് വലിയ മണ്ടത്തര. ഒന്നുകിൽ മാനിൻ്റെ നീതി നഷ്ടപ്പെടും, അല്ലെങ്കിൽ സിംഹത്തിൻ്റെ നീതി നഷ്ടപ്പെടും. പ്രപഞ്ചത്തിൽ നീതിയൊന്നുമില്ലേ. പ്രപഞ്ചം ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവുക, തന്നിൽ ചെറുത് തനിക്കീര, അങ്ങനെയുള്ള റൂഡ് ലോസ്, നമുക്കൊരിക്കലും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വളരെയധികം എന്താ പറയുക മനുഷ്യത്വരഹിതമായ നിയമങ്ങളിലാണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത്. മനുഷ്യത്വമൊക്കെ മനുഷ്യനുണ്ടാക്കിയതല്ലേ. പ്രപഞ്ചത്തിന് മനുഷ്യത്വത്തിനോട് കൂറ് പുലർത്തണം എന്നൊരു നിർബന്ധമില്ല. പ്രപഞ്ചം ഒന്നിനോടും കാരുണ്യമൊന്നും കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മാനിനോട് പ്രപഞ്ചം കാരുണ്യം കാണിക്കണ്ടേ, മുയലിനോട് കാരുണ്യം കാണിക്കണ്ടേ? എന്ത് കാരുണ്യമുള്ളത്? ഒരു പക്ഷിയുടെ കൂട്ടിലുള്ള മുട്ട മറ്റൊരു പക്ഷി എടുത്ത് തിന്നുന്നു. അതിൻ്റെ കുട്ടികളെ ജനിപ്പിക്കാൻ വേണ്ടി മുട്ട ഇട്ടതല്ലേ, അല്ല അതിന് തിന്നാൻ കൊടുക്കേണ്ടതാണോ? പ്രപഞ്ചത്തിൽ നീതി എന്ന സാധനമേ ഇല്ല. മനുഷ്യന് നീതി എന്ന ബോധം മനുഷ്യൻ ഡെവലപ്പ് ചെയ്തപ്പോൾ മനുഷ്യന് ഉത്തരം കിട്ടാത്ത കുറേ നീതി ചോദ്യങ്ങളുണ്ടായി മനസ്സിൽ. ആ നീതി ചോദ്യങ്ങൾക്ക് ഈ ലോകത്തിൽ ഉത്തരം കൊടുക്കാൻ പറ്റില്ല എന്ന് വന്നപ്പോൾ മനുഷ്യൻ അതിന് മറ്റൊരു ലോകത്തിൽ വെച്ച് അതിനൊക്കെ നീതി കിട്ടുമെന്ന് പറഞ്ഞുണ്ടാക്കി, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിന് നീതി കിട്ടുമെന്ന് പറഞ്ഞുണ്ടാക്കി. സമാധാനിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി വേണ്ടടാപ്പ. അല്ലെങ്കിൽ നമ്മൾ മരണം വരെ സ്വസ്ഥത ഉണ്ടാവില്ലല്ലോ. ഒക്കെ അവന് ദൈവം കൊടുത്തോളും, അടുത്ത ജന്മം അവൻ അനുഭവിച്ചോളും, അവൻ നരകത്ത് പോയി അനുഭവിച്ചോളും എന്ന് പറയുമ്പോൾ ശാന്തമാവാം. അനീതി അനുഭവിക്കുന്നവർക്ക് ശാന്തമാകാനുള്ളൊരു ട്രെയിനിങ്ങാണിത്. അപ്പം നീതിക്കുള്ള പരിഹാരമായിട്ട് നിങ്ങൾ കർമ്മ നിയമം അവതരിപ്പിക്കുകയാണെങ്കിൽ, ഞാൻ ഒരുവിധം മതങ്ങളുടെയൊക്കെ ഈ കർമ്മ എങ്ങനെ വർക്കാവുന്നു എന്നുള്ളത് പഠിച്ചു നോക്കിയിട്ടുണ്ട്. അതൊന്നും തൃപ്തികരമല്ല. അതിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉൽപ്പന്നമാക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ നീതിയില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അവിടെ നീതിയില്ല. നമ്മൾ നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് ജീവിച്ച് കാണിക്കലേ പറ്റുള്ളൂ, അല്ലാതെ പ്രപഞ്ചം നമ്മളോട് നീതിയും കാര്യമൊന്നും കാണിക്കില്ല. അപ്പോൾ പിന്നെ കർമ്മ ഫിലോസഫിക്ക് എന്താ അവിടെ വിലയുള്ളത്? കർമ്മ ഫിലോസഫിയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മളുടെ മെൻ്റൽ സെൻസിറ്റിവിറ്റി എന്നൊരു സാധനമുണ്ട്. ചില ഗുഡ് ഇമോഷൻസ് അനുഭവിക്കുവാനുള്ളൊരു മെൻ്റൽ കണ്ടീഷനിങ് ഉണ്ട്. ഇപ്പോൾ എന്നെ ഒരാൾ സ്നേഹിക്കുമ്പോൾ, ഇപ്പോൾ മൊയ്തീൻ എന്നെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മൊയ്തീൻ്റെ സ്നേഹം ഫീൽ ചെയ്യുവാനുള്ളൊരു സെൻസിറ്റിവിറ്റി എനിക്ക് വേണ്ടേ? ഞാനൊരു കാടനാണെങ്കിലോ മൊയ്തീൻ എങ്ങനെ എന്ത് സ്നേഹം തന്നാലും എനിക്കത് ഫീൽ ചെയ്യുമോ? ഇല്ല. എൻ്റെ ഭാര്യയും കുട്ടികളും എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, അത് എനിക്ക് എക്സ്പീരിയൻസ് ആവണ്ടേ അവരെന്നെ സ്നേഹിക്കുന്നത്? അത് നമ്മൾ മെൻ്റൽ സെൻസിറ്റിവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ സെൻസിറ്റിവിറ്റി. ഈ സെൻസിറ്റിവിറ്റിയെ വളരെ ചില്ല് പാത്രത്തെ കൊണ്ടു നടക്കുന്ന പോലെ സൂക്ഷിച്ച് കൊണ്ടു നടക്കേണ്ട സാധനമാണ്. ഇതിനെ നമ്മൾ ലൂസാക്കി വിട്ടാൽ നമ്മുടെ മെൻ്റൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും. അപ്പോൾ മൊയ്തീൻ ഒരു ദുഷ്ടകർമ്മങ്ങൾ നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ദുഷ്ടകർമ്മം ചെയ്യുവാൻ മൊയ്തീൻ്റെ മൈൻഡിന് ഒരു ടഫ്നെസ് ഉണ്ടാവണം. മൊയ്തീൻ ഒരു ജീവിയെ നിഷ്കരുണം വെട്ടിക്കൊല്ലുക വിചാരിച്ചോ, ആദ്യത്തെ ജീവിയെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു മനമടുപ്പുണ്ട്, ഒരു വിഷമുണ്ട്. അത് പിന്നീട് അങ്ങനെ കൊന്നു മുന്നോട്ട് പോയാൽ പിന്നെ 100ാമത്തെ ജീവിനൊക്കെ കൊല്ലുമ്പോൾ മൊയ്തീന് ഒരു ചെടിയുടെ തല കട്ട് ചെയ്യണ പോലെ ഫീൽ ചെയ്യുള്ളൂ. ആ ഒരു സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും. ആ കാര്യത്തിൽ മൊയ്തീൻ്റെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു. പിന്നെ ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ മൊയ്തീൻ്റെ മൈൻഡ് റഫായി കഴിഞ്ഞു, തഴമ്പ് വന്നോടെ. ഇങ്ങനെ മൊയ്തീൻ നുണ പറയുക, മോഷ്ടിക്കുക, മറ്റൊരാളെ പീഡിപ്പിക്കുക, ഉപദ്രവിക്കുക, കൊല്ലുക, അങ്ങനെ മറ്റുള്ളവർ ഹാംഫുൾ ആകുന്ന പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ശീലമാക്കുകയാണെന്ന് വിചാരിച്ചോ. ഗ്രാജ്വലി മൊയ്തീൻ്റെ മെൻ്റൽ സെൻസിറ്റിവിറ്റി എല്ലാ ഫേസസിലും നഷ്ടമായി തുടങ്ങും. ഇതൊക്കെ മൊയ്തീന് പലതും വെട്ടിപ്പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട്, പണം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്, പ്രതാപം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ മൊയ്തീൻ്റെ മെൻ്റൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടത് കൊണ്ട് ഒരു സൂത്തിങ് എക്സ്പീരിയൻസ് കിട്ടില്ല ലൈഫിൽ നിന്ന്. മൊയ്തീന് ചിലപ്പോൾ 10 ഭാര്യമാരുണ്ടാക്കാൻ വേണമെങ്കിൽ, ഇങ്ങനെ കള്ളം പറഞ്ഞിട്ടും അതും ചെയ്തിട്ടും 10 ഇണകളെ കൊണ്ടു നടക്കാം. 10 ഇണകളിൽ നിന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. മൊയ്തീന് കോടിക്കണക്കിന് പണം ഉണ്ടാക്കാം ഇങ്ങനെ ചെയ്തിട്ട്, പക്ഷേ ഈ പണത്തിൽ നിന്ന് സുഖിക്കുവാനുള്ള എന്തൊക്കെ കൺസ്യൂം ചെയ്താലും മൊയ്തീനൊരു അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കാരണം എന്താ? സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യുക, നല്ലത് പറയുക, നല്ലത് ചിന്തിക്കുക എന്നുള്ളത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെൻ്റൽ സെൻസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വി ആർ നോട്ട് ഡൂയിങ് എ ക്രൈം ടു യൂണിവേഴ്സ്. അത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റ്, ക്രിമിനൽ കുറ്റം എന്നൊക്കെ പറയുന്ന ചെറിയ തെറ്റോ എന്താവട്ടെ, നമ്മൾ തെറ്റ് ചെയ്യുന്നത് പ്രപഞ്ചത്തിനോടല്ല, പിന്നെ നമ്മുടെ തന്നെ മനസ്സിൻ്റെ സെൻസിറ്റിവിറ്റിയോട്. ആ മനസ്സിൻ്റെ ചർമ്മം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ചർമ്മത്തെ റഫാക്കുകയാണ് നമ്മൾ. ആ മനസ്സിൻ്റെ ചർമ്മത്തെ റഫാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ ആ ഇമോഷൻസ് ഫീൽ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. നമ്മളൊരു മരം പോലെയാവും.
അത് തന്നെയാണ് നമുക്കുള്ള ശിക്ഷ. അതാണ് ശിക്ഷ. ഇനി എന്തിനാ വേറെ ശിക്ഷ? എന്ത് ചെയ്താലും സന്തോഷം കിട്ടുന്നില്ല, എന്ത് ചെയ്താലും സമാധാനം കിട്ടുന്നില്ല, ഒരു മുരടൻ ജീവിതമായി മാറും. നിങ്ങളൊരു ഭീകരവാദിയുടെയൊക്കെ മുഖം എടുത്ത് നോക്കിയേ, അല്ലെങ്കിൽ ഈ ലോകത്ത് എല്ലാം കുതന്ത്രങ്ങളിലൂടെ ഒട്ടിപ്പിടിച്ച് വളർന്ന് വലുതായ ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാളുടെ മുഖത്തിലേക്ക് നോക്കിയാൽ മതി. അയാൾക്ക് നിഷ്കളങ്കമായി ചിരിക്കാൻ പറ്റില്ല. അയാൾക്കൊരു മനുഷ്യനായി ഇരുന്നു കൊണ്ടുള്ള ഫീലിങ്സും എക്സ്പ്രഷൻസും ഫേസിൽ വരില്ല. ഭയങ്കര സീരിയസ് ആയി പോയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അവരെന്തൊക്കെയോ എക്സ്പ്ലനേഷൻ ഉണ്ട് അവരുടെ ജീവിതം അങ്ങനെ ആവുന്നതിന്. പക്ഷെ അവരവരുടെ മെൻ്റൽ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടുത്തി. അവരെ പോയി ഒന്ന് ഹഗ് ചെയ്ത് നോക്ക്, അവർക്കൊന്നും ഫീൽ ആവില്ല. ആ അവസ്ഥ, ഇതിനും വലിയൊരു നരകമുണ്ടോ? ഇനി എന്തിനാ വേറെ നരകം? മനുഷ്യനായി ജീവിക്കുമ്പോൾ എത്രയോ സൂത്തിങ് എക്സ്പീരിയൻസുകൾ അനുഭവിക്കാവുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കെ അതിനെ മുഴുവൻ നശിപ്പിച്ചിട്ട് നമ്മൾ എന്ത് നേടിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് എന്ത് നേടാൻ വേണ്ടിയും നമ്മൾ നമ്മുടെ സെൻസിറ്റിവിറ്റിയെ നശിപ്പിക്കുന്ന റിപ്പീറ്റഡ് ബാഡ് കർമാസ് ചെയ്യരുത്. ഒരു തവണയൊക്കെ സംഭവിക്കുന്നത് അബദ്ധങ്ങളായിട്ട് പരിഗണിക്കുക. റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ സെൻസിറ്റിവിറ്റി പോവും. ഇതാണ് കർമ്മത്തിൻ്റെ ഫലം. ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പറഞ്ഞിട്ടാണ് കർമ്മഫലം എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. ബട്ട് ഒരു വാക്കുകൂടെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അറ്റ് ദ സെയിം മൊമെൻറ്റ്. ഞാൻ നിൻ്റെ കയ്യിലേക്കൊരു അടിക്കുവാണെങ്കിൽ നിൻ്റെ കയ്യും വേദനിക്കും, എൻ്റെ കയ്യും വേദനിക്കും. പിന്നെ എന്നെ പാമ്പ് കടിക്കേണ്ട ആവശ്യമില്ല, പിന്നെ എനിക്ക് അപകടം സംഭവിക്കേണ്ട. നിന്നെ തല്ലിയ സമയത്ത് തന്നെ ആ കയ്യിലെ പോലെ ഈ കയ്യിലെയും വേദനയുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പണിയെടുത്തും പലതും ചെയ്ത് തഴമ്പുണ്ടാക്കിയ കൈയാണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നിന്നെ തല്ലുമ്പോൾ എൻ്റെ കയ്യിലേക്ക് വേദന ഏൽക്കില്ല. അതാണ് എൻ്റെ സെൻസിറ്റിവിറ്റി പോയ അവസ്ഥ. മറ്റൊരാളെ ഞാൻ വിഷമിപ്പിച്ചിട്ട് എനിക്കും വിഷമമുണ്ടാകും സ്വാഭാവികമായിട്ട്. ഞാൻ മൊയ്തീനെ വളരെ ചീത്ത വിളിച്ചിട്ട് എനിക്ക് സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല, ഡിസ്റ്റർബായിരിക്കും ഞാൻ. അതാണ് എനിക്കുള്ള പണിഷ്മെൻറ്റ്. എന്നാൽ മൊയ്തീനെ വളരെ മോശമായിട്ട് മൊയ്തീനെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് സുഖമായി പോയി കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ മനുഷ്യനല്ലാതെയായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോ ബാഡ് കർമ്മ റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ മനുഷ്യൻ എന്ന പദവി എനിക്ക് നഷ്ടപ്പെടുന്നു. മനുഷ്യ രൂപത്തിൽ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ മനുഷ്യനാവണമെന്നില്ല. മനുഷ്യൻ എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അതിനെ ഞാൻ ഡൗൺ ചെയ്ത് ഒരു മൃഗത്തിനേക്കാൾ താഴെ ഒരു രാക്ഷസൻ എന്നൊക്കെ പറയാം, ആ ലെവലിലേക്ക്. ഇതൊക്കെ ഒരു സ്റ്റേജുകളാട്ടോ, രാക്ഷസൻ എന്നൊക്കെ പറയുന്ന സ്റ്റേജുകളൊക്കെ. മനുഷ്യൻ്റെ ആ നീചമായ തലങ്ങളിൽ പോയി ജീവിക്കേണ്ട അവസ്ഥ നമുക്ക് വരും. ആ നീചമായ തലങ്ങളിൽ ഉള്ള മനസ്സുകൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഗതികേടാണ് ഏറ്റവും വലിയ നരകശിക്ഷ. അങ്ങനെ ഒരു മനുഷ്യൻ എത്തിച്ചേരാതിരിക്കണമെങ്കിൽ കർമ്മ ഫോളോ ചെയ്യുക, കർമ്മ ഫിലോസഫി. ആളുകളെ ഹാം ചെയ്യാതിരിക്കുക, ആളുകൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാതിരിക്കുക, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും. അത്രയും ഞാൻ കർമ്മ ഫിലോസഫിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അല്ല മരിച്ചു പോയതിന് ശേഷം അതിന് ശിക്ഷ തരേണ്ട ഒരു ഗതികേട് ഈ പ്രപഞ്ചത്തിനില്ല. ദിസ് ഈസ് സോ ഫാർ ദി ബെസ്റ്റ് ഡെഫിനിഷൻ കർമ്മയെ പറ്റിയിട്ട് കേട്ടതിൽ. വളരെ ശരിയാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അൾട്ടിമേറ്റ് കാര്യത്തിലൂടെ അത് ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞ് തീർക്കാൻ പറ്റിയ കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. മേ ബി നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഗോഡ്. ഇനിയിപ്പോൾ ഗോഡ് എന്നുള്ളതിന് ഞാനൊരു സെപ്പറേറ്റ് വിവരണം നൽകണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നേരം പറഞ്ഞതിലൊക്കെ ഗോഡ് എന്ന കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതായത് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നൊരു വാക്കുണ്ടായിരുന്നു, ബേസിക് എലമെൻറ്റ് അല്ലെങ്കിൽ ബേസിക് ഓഫ് ദ യൂണിവേഴ്സ്. അടിസ്ഥാന വസ്തു എന്ന് പറയുകയാണേ, ആ അടിസ്ഥാന വസ്തു തന്നെയാണ് ഞാൻ കണ്ടെത്തിയ ദൈവം. അതിന് ദൈവം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ദൈവം എന്ന് പറയാമെങ്കിൽ ഇപ്പോൾ അതിനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. 2 തരം ദൈവങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കിയതാണ്, 2 തരം ദൈവമുണ്ട്. ഒന്ന് ഇൻവെൻറ്റഡ് ഗോഡ്, മറ്റൊന്ന് ഡിസ്കവേർഡ് ഗോഡ്. നമ്മളെ മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന എല്ലാ ഗോഡും ഇൻവെൻറ്റഡ് ഗോഡാണ്. മനുഷ്യൻ കണ്ടെത്തിയ ദൈവങ്ങളെ ഈ ലോകത്തിലുള്ളൂ. അത് മനുഷ്യൻ്റെ ഏതോ ഒരു വലിയ പ്രശ്നത്തിന് സൊല്യൂഷനായിട്ട് കണ്ടുപിടിച്ചതാണ് ദൈവങ്ങളെ. സ്വന്തം ഇമാജിനേഷൻ. അതെ, സ്വന്തം ഇമാജിനേഷനിൽ നിന്നും ഏതൊക്കെയോ പാറ്റേണുകളെ നോക്കിയിട്ടും മനുഷ്യൻ ഊഹിച്ചുണ്ടാക്കിയ ദൈവങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മളെ മതങ്ങളിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ദൈവങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ എഴുതിയ പുസ്തകങ്ങളിലല്ലാതെ ദൈവം എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ആർക്കെങ്കിലും അറിയോ? മതഗ്രന്ഥങ്ങളിലും മറ്റ് ദൈവങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പുസ്തകങ്ങളിലല്ലാതെ ദൈവം എവിടെയെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് വലിയ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകും. ഒറ്റ വാക്കിൽ ഞാൻ പറയാം,
ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ എനിക്ക് ഉത്തരം പറയാൻ കൺഫ്യൂഷനാവും. എന്തുകൊണ്ടറിയോ? എക്സിസ്റ്റൻസ് എന്ന വാക്കുണ്ടല്ലോ, അതിനൊരു ഫ്രെയിമുണ്ട്. ഒരു സാധനം ഒരു പ്രത്യേക സമയപരിധിയിൽ ഒരു പ്രത്യേക സ്ഥലത്തിൽ ഉണ്ടെങ്കിലാണ് അതിനെ എക്സിസ്റ്റൻസ് എന്ന് പറയുക. ടൈം ആൻഡ് സ്പേസ്, ഇത് രണ്ടും. ഇപ്പോൾ ഈ വസ്തു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതുണ്ടാക്കിയ ദിവസം മുതൽ ഇനി ഇതിനെ പിരിച്ച് ഡിസ്മാൻഡിൽ ചെയ്യുന്ന ദിവസം വരെ ഈ വസ്തു എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത്രാം വർഷം മുതൽ ഇത്രാം വർഷം വരെ. പിന്നെ ഇത് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ സ്ഥലത്തെ ഈ ഒരു സ്റ്റുഡിയോ കോംപ്ലക്സിനുള്ളിലെ ഈ ഒരു പ്ലേസിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നൊരു പ്ലേസും ഉണ്ടാവണം, എക്സിസ്റ്റ് ചെയ്യുന്നൊരു ടൈം പീരീഡും ഉണ്ടായിരിക്കണം. ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിലും ഒരു സ്പേസിലും കൊണ്ടുപോയി ഫിക്സ് ചെയ്യാൻ, ബ്രാക്കറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരൊക്കെ ഗോഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ടൈമിനും സ്പേസിനും അതീതമാണ്. ടൈമിനും സ്പേസിനും അതീതമായ ഒന്നിനെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? എക്സിസ്റ്റൻസ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ തന്നെ എന്താ? ടൈം സ്പേസിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ടൈം പോലും സൃഷ്ടിച്ച ഒരാളാണ് ദൈവമെങ്കിൽ ഇപ്പോൾ ടൈമിൻ്റെ പുറത്തല്ലേ? ടൈമും സ്പേസും ഉണ്ടാക്കിയ ആളാണെങ്കിൽ അപ്പോൾ ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തെക്കുറിച്ച് പറയാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതല്ലാത്ത മറ്റൊരു പദം കൊണ്ടുവരും. എക്സിസ്റ്റൻസ് എന്ന വേർഡ് ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ കൂടെ ഫിറ്റല്ല. കാരണം എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൈം ആൻഡ് സ്പേസിൻ്റെ ഉള്ളിൽപ്പെടുന്ന സാധനങ്ങളെ മാത്രം സൂചിപ്പിക്കുന്നൊരു വാക്കാണ്. അപ്പോൾ ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുക. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വസ്തുവോ നമ്മളെപ്പോലെ എന്തോ ഒന്നാണത്. ബട്ട് ഇറ്റ് ഈസ് അങ്ങനെ പറയേണ്ടി വരും. അത് വേറൊരു കാര്യം, അത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനിവിടെ പറയുന്നത് ഇൻവെൻറ്റഡ് ഗോഡ്, അത് നമ്മൾക്ക് പലരും പറഞ്ഞു തന്നിട്ടുള്ള ഗോഡ് ആണ് ഇൻവെൻറ്റഡ് ഗോഡ്. ഡിസ്കവേർഡ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ സകല വസ്തുക്കളുടെയും ആഴത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഊർജ്ജമോ എന്തോ ഒന്നുണ്ടെന്നും ആ ഒന്ന് ന്യൂട്രലാണെന്നും ആ ന്യൂട്രലിനെ ഞാൻ ഗോഡ് എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല, ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതാണ് ഗോഡെങ്കിൽ, ഗോഡെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനങ്ങനെ ഗോഡെന്ന് അതിനെ ഉപയോഗിക്കാറില്ല. എന്നോട് പലരും നിങ്ങളൊരു നിരീശ്വരവാദിയാണോ എന്ന് ചോദിക്കാറുണ്ട്. ഞാനൊരു നിരീശ്വരവാദിയല്ല, ഞാനൊരു സർവേശ്വരവാദിയാണ്. ദൈവമല്ലാത്ത ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം എന്താ? ഈ അടിസ്ഥാന റോ മെറ്റീരിയലാണ് ദൈവമെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ആ റോ മെറ്റീരിയലോട് നിർമ്മിച്ചതാണെങ്കിൽ ഇവിടെ ദൈവം മാത്രമേ ഉള്ളൂ, ദൈവമല്ലാത്ത എന്താ ഇവിടെ ഉള്ളത് എന്ന ചിന്താഗതിയിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സകലതും ദൈവമാണെന്ന് ചിന്തിക്കേണ്ടി വരും. അപ്പം നമ്മൾ അതിൻ്റെ മറ്റൊരു വെർഷനാവാൻ ദൈവമേ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ നിരീശ്വരവാദിയല്ല, മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അത് ഞാൻ ദൈവമുണ്ട് എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഈ ലോകത്തിൽ നിങ്ങൾ പൊതുവെ കേട്ട് പഠിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ഡെഫിനേഷൻ അല്ല എൻ്റെ ഡെഫിനേഷൻ, അതിൽ വ്യത്യാസമുണ്ട്. ആ ഡെഫിനേഷനൊക്കെ പറയാൻ എനിക്കറിയാം കേട്ടോ, അത് പഠിച്ച് മനസ്സിലാക്കി വെച്ചത്. പക്ഷെ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് എനിക്കത് ഫിറ്റാവുന്നില്ല, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല ആ ഡെഫിനേഷൻസ്. അതുകൊണ്ടാണ് അതിന് കുറേ റീസൺസ് ഉണ്ട്, അതൊന്നും ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല എനിക്ക്. എന്തുകൊണ്ട് ആ റീസൺസ്, ആ ദൈവത്തിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് ഹിതകരമായി തോന്നുന്നില്ല എന്നുള്ളതിന് ഒരുപാട് ലോജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. എനിക്ക് ലോജിക്കലി ഇത് ഫിറ്റായി തോന്നിയുണ്ട്, ഞാനിത് പറയുന്നു. ഇതേപോലെയുള്ള ആളുകൾക്ക് ഇത് ഫിറ്റാവുമായിരിക്കും, ഇത് ശരിയല്ല പറയുന്ന ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. സോ ഈ ഇൻവെൻറ്റഡ് ഗോഡ് പ്രാർത്ഥിച്ച ഫലം തരും. നല്ലവരെ അനുഗ്രഹിക്കും, ദുഷ്ടന്മാരെ നിഗ്രഹിക്കും, ശിക്ഷിക്കും, പ്രസീതനാകും, പ്രീതിപ്പെടും. ഈ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റും. ഞാൻ കരുതുന്ന ഈ സകല പ്രപഞ്ചത്തിൻ്റെയും അടിസ്ഥാന വസ്തുവായിരിക്കുന്ന ആ യൂണിവേഴ്സൽ റോ മെറ്റീരിയൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ റോ എനർജി ആയിരിക്കുന്ന ദൈവം ന്യൂട്രലാണ്. ആ ദൈവത്തിന് നന്മയും തിന്മയും കുറിച്ച് അറിയില്ല, ചിന്തിക്കേണ്ട ആവശ്യമില്ല. നന്മയും തിന്മയും ഇല്ല. നന്മയും തിന്മയൊക്കെ നമ്മുടെ ലെവലിൽ നിൽക്കുമ്പോൾ മാത്രമുള്ള സാധനമാണ്. ആ ഡെപ്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നന്മയും തിന്മയും ഇല്ല, ശരിയും തെറ്റുമില്ല, ജനനവും മരണവും ഇല്ല, പിന്നെ പണിഷ്മെൻ്റ് ഇല്ല, പ്രീതിപ്പെടലില്ല, അപ്രീതിയില്ല, ഒരു ദ്വന്ദ്വങ്ങളും ഇല്ല. എന്തിനാ ദൈവത്തെക്കുറിച്ച് പറയുന്നത്? ഈ സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, യൂണിവേഴ്സൽ വൺനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഒരു 10-12 വർഷമൊക്കെ പ്രാക്ടീസ് കഴിയുമ്പോഴേക്കും അവരെ അങ്ങനെ ആവാറുണ്ട്. ഒരു ന്യൂട്രൽ അവസ്ഥയിൽ ഈ ഡെപ്തിലുള്ള ഈ യൂണിവേഴ്സൽ റോ എനർജിയെ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഗ്രാജുവലി അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിട്ട് അവരെ മനസ്സിൽ നന്മ, തിന്മ, ശരി, തെറ്റ്, ബാഡ് വേർഡ്, ഗുഡ് വേർഡ്, പുകഴ്ത്തൽ,
നിന്ന, സ്തുതി, മാനം, അപമാനം, സുഖം, ദുഃഖം, എന്തുണ്ടെങ്കിലും ഒരു ഭാവവ്യത്യാസവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അവരതിനൊക്കെ അതീതമായിട്ടുണ്ടാവും. നല്ല ഡിപ്രഷൻ വന്നാലും അതിനൊക്കെ അതീതമാവും കേട്ടോ. പക്ഷേ അതിനൊക്കെ അതീതമായിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, അതിനൊക്കെ അതീതമായിട്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡിപ്രഷനിലെത്തുമ്പോഴും ഒരാൾ നിന്ന, സ്തുതി, മാനം, അപമാനം ഒക്കെ അതീതമാവും. പക്ഷെ ദുഃഖിച്ചുകൊണ്ട്, ഇത് ആനന്ദിച്ചുകൊണ്ട് അതിനതീതമാവും. ആ സ്റ്റേജിലൊരു വ്യക്തി എത്തുമ്പോൾ ഈ പറയുന്ന യൂണിവേഴ്സലിൻ്റെ കോറിനെ, ആ കോർ എന്ന് പറയുന്ന ഗോഡിനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യക്തി ആ തലത്തിലെത്തുന്നു. ആ വൺനെസ്സിനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ അങ്ങനെ ആവുന്നു. അപ്പോൾ അത് പിന്നെ അങ്ങനെ ആയിരിക്കില്ലേ? അപ്പോൾ അടിസ്ഥാന വസ്തു അങ്ങനെ ആയിരിക്കില്ലേ? അതിനെ ഞാൻ മൊയ്തീൻ്റെ കൂടെ കുറച്ച് ദിവസം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വളരെ പീസ്ഫുള്ളായി എന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? മൊയ്തീനെ എങ്ങനെയായിരിക്കണം? ഒരു പീസ്ഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണല്ലോ ഞാൻ മൊയ്തീൻ്റെ കൂടെ കൂട്ടുകൂടുമ്പോൾ പീസ്ഫുള്ളാവുന്നത്. ആ ക്വാളിറ്റിയാണല്ലോ പകരപ്പെടുന്നത്. താതാത്മ്യം പ്രാപിക്കണം. ആത്മ്യം അതുപോലെ ആവുകയാണ് നമ്മൾ. അപ്പോൾ ആ യൂണിവേഴ്സൽ റോ എനർജി ഒരു തരത്തിലുള്ള ദ്വന്ദ്ങ്ങളും ഇല്ലാത്ത, ശരിയും തെറ്റും നന്മയും തിന്മയും ഒരു സാധനവും അറിയാത്ത ന്യൂട്രലായിട്ടുള്ളൊരു സാധനമാണ്. ആ ന്യൂട്രൽ ഗോഡിനെ എനിക്കിഷ്ടമാണ്. ഇപ്പം ഇങ്ങനെ ഞാൻ ഒരാളോട് പറഞ്ഞപ്പോഴേ, ഈ ദൈവം ഉണ്ടായിട്ടിപ്പോൾ എന്താ കാര്യം, ഇങ്ങനൊരു ദൈവം ഉണ്ടായിട്ടിപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല നിനക്ക് വല്ല കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ദൈവം ഉണ്ട്. ദൈവത്തിനെ കൊണ്ട് നിനക്കൊരു ഗുണമില്ല. സത്യം പറഞ്ഞാൽ നിനക്കൊരു ഗുണമില്ലാത്തതൊന്നും വേണ്ടെന്നാണോ അർത്ഥം? നിനക്കൊരു ഗുണമുണ്ട്. ഞാൻ ഈ പറയുന്ന ഗോഡ് എന്ന ആ അവസ്ഥയോട്, അല്ലെങ്കിൽ ആ ഒരു കോറിനോട് കണക്ഷൻ നമ്മളിങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മെഡിറ്റേഷനിലൂടെ നമ്മൾ ആ സ്റ്റേജ് എക്സ്പീരിയൻസ് ചെയ്യും. അതൊരു വലിയ ആനന്ദം. ആ ആനന്ദം അനുഭവിക്കാം. അല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ ചുളിവിൽ നേടിയെടുക്കാൻ പറ്റുന്നൊരു ബ്രോക്കറായിട്ട് ദൈവത്തെ കാണണ്ട. പ്രാർത്ഥനകൾക്ക് ഫലം തരുന്ന ഒരാളായിട്ടും ദൈവത്തെ കാണണ്ട. ഇപ്പം എൻ്റെ അങ്ങാടിയിൽ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഒരു പൂക്കച്ചവടക്കാരനുണ്ട്. പുള്ളി രാവിലെ തന്നെ 4 റീത്തൊക്കെ ഉണ്ടാക്കി കെട്ടി തൂക്കിയിട്ടുണ്ടാവും. എന്നിട്ട് പുള്ളി ചന്ദനത്തിരിയൊക്കെ പോച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടാവും. പുള്ളിയുടെ പ്രാർത്ഥനയിൽ എല്ലാം കച്ചവടം നടക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ റീത്തും കൂടെ കച്ചവടം ആവണം എന്നല്ലേ? അപ്പോൾ പുള്ളിയുടെ പ്രാർത്ഥന എല്ലാം കച്ചവടം ആവണം എന്നാകുമ്പോൾ റീത്തും കച്ചവടം ആവണം. അപ്പോൾ ഈ നാട്ടിലാരെങ്കിലും 4 ആൾ മരിക്കണം. പ്രാർത്ഥനകളെല്ലാം പോസിറ്റീവാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം ഇയാളുടെ പ്രാർത്ഥന എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇയാളുടെ പ്രാർത്ഥന ദൈവം നടത്തി കൊടുക്കണമെങ്കിൽ 4 ആളെ കൊന്നു കൊടുക്കണ്ടേ? പ്രാർത്ഥനയൊക്കെ പോസിറ്റീവാണെന്നോ പ്രാർത്ഥനയ്ക്ക് ദൈവം ഫലം തരുമെന്നോ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈ ലോകത്ത് റാൻഡംലി പലതും സംഭവിക്കുന്നു. ആ സംഭവിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചിലർ കയറി അതേ കാര്യം പ്രാർത്ഥിച്ചപ്പോൾ അത് സംഭവിക്കുകയും ചെയ്തപ്പോൾ പ്രാർത്ഥനയുടെ ഫലം കിട്ടിയെന്ന് വിശ്വസിച്ചിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. ഈ ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഈ ഡിസ്കവേർഡ് ഗോഡ് കൊണ്ട് ഒരു ഗുണമേ ഉള്ളൂ. ആ ഒരു അൾട്ടിമേറ്റിനെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളും കുറച്ച് ന്യൂട്രലാവും. അപ്പോൾ ഊഞ്ഞാൽ പോലെയാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ. സന്തോഷം, സങ്കടം, ഇത് മാത്രം ഞാൻ പറയാം. ബാക്കി എല്ലാം അതുപോലെ തന്നെയാണ്. സന്തോഷം, സങ്കടം ഇങ്ങനെയാണ്. ഊഞ്ഞാലാടുന്ന പോലെയാണ്. നിങ്ങൾ ഇങ്ങോട്ട് എത്ര ആടിയോ അതേ ഫോഴ്സ് ഉണ്ടാവും അങ്ങോട്ട് ആടുമ്പോൾ. നിങ്ങൾ ഇങ്ങോട്ട് ഒരുപാട് സന്തോഷം ഉണ്ടാകുമ്പോഴേക്കും അങ്ങോട്ട് മതിമറന്ന് സന്തോഷിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ സങ്കടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാവും? കരഞ്ഞ് കിടന്ന് ഉരുളും. നിങ്ങൾ സങ്കടം ഉണ്ടാവും. ഇങ്ങനെ സന്തോഷിക്കുള്ളൂ എങ്കിൽ അയാൾ ഇങ്ങനെ ദുഃഖിക്കുള്ളൂ. ഇത്രേ സന്തോഷിക്കുള്ളൂ എങ്കിൽ ഇത്രേ ദുഃഖിക്കുള്ളൂ. ഇത്രയും സന്തോഷിക്കുന്ന ആൾ ഇത്രയും ദുഃഖിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെയായിട്ട് ആടുന്നൊരു ഊഞ്ഞാലുണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു സൈഡ് മാത്രമായിട്ട് കിട്ടില്ല. അപ്പം നമുക്ക് 2 ഓപ്ഷനാണ് ജീവിതത്തിലുള്ളത്. ഒന്നുകിൽ മതിമറന്ന് സന്തോഷിക്കുക, ദുഃഖം വരുമ്പോൾ ഞാൻ കരഞ്ഞോളാം എന്ന ഉറപ്പോടെ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരത്തിൽ മതിമറന്ന് സന്തോഷിക്കുക. ദുഃഖം വരുമ്പോൾ ഞാൻ കരഞ്ഞോളാം, നോ പ്രോബ്ലം, ഐ ആം റെഡി. മറ്റൊരു ഓപ്ഷൻ, എനിക്കധികം ദുഃഖിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കാനും അധികം പോകുന്നില്ല, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. മൈൽഡ് ആട്ടം, ഇതേ ഓപ്ഷനുള്ളൂ. ഈ മൈൽഡ് ആട്ടം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ദൈവത്തിനെ ആശ്രയിച്ചാൽ മതി. ആ ദൈവവുമായിട്ട് മെഡിറ്റേഷനിൽ മുഴുകിയാൽ മതി. യൂണിവേഴ്സൽ വൺനെസ് മെഡിറ്റേഷൻ ഞാൻ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്ന, അൾട്ടിമേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ മെഡിറ്റേഷൻ ഇതാണ്. അപ്പോൾ ദൈവം എന്നുള്ളതിലൊരു കോൺസെപ്റ്റ് മനസ്സിലായി. അല്ലാതെ നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു തമ്പുരാൻ, നമ്മളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു തമ്പുരാൻ, അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന വസ്തു എന്നാണ് ഞാൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ദൈവമുണ്ട്, അത് ഈ അടിസ്ഥാന വസ്തുവാണ്. എനിക്കത് കേൾക്കുമ്പോൾ, ഈ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് കേൾക്കുമ്പോൾ
നമ്മൾ കൊണ്ട് നടക്കുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ എത്ര ഇമ്മച്യൂർ ആണെന്നുള്ള രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ചിലർ തിരിച്ചും പറയാട്ടോ, ഇതെന്ത് കോൺസെപ്റ്റാണ്, ഈ ദൈവത്തിന് ഈ ലോകത്തിൽ നീതി സ്ഥാപിക്കാൻ കഴിയില്ല, നിങ്ങൾ പറയുന്ന ദൈവത്തിന് ഇവിടെ ധർമ്മം സ്ഥാപിക്കാൻ കഴിയില്ല, ദൈവത്തിന് ധർമ്മം സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് അവർ പറയുന്നതാണ്. അതെ അതെ, അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എക്സ്പെക്റ്റേഷൻ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഒരു വാല്യൂ സിസ്റ്റംസ് ഒക്കെ ഹോൾഡ് ചെയ്തിട്ട് അതിനൊരു ഹയസ്റ്റ് ഫോമിലോട്ട് നമ്മളങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു വലിയൊരു അതോറിറ്റി ഫിഗർ എന്ന രീതിയിൽ നമ്മൾ ദൈവത്തിനെ കണ്ടിട്ട് നിൽക്കുന്നു. അതിൽ പറഞ്ഞ പോലെ നമ്മൾ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലോകത്തിനെ കാണുമ്പോൾ നമ്മൾ പല ഇൻജസ്റ്റിസും കാര്യങ്ങളും കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആളുകൾക്ക് അതിൽ വിശ്വാസം നഷ്ടപ്പെടും. എന്ത് ദൈവം അത് ഇവിടെ ഇത്രയും. അതെ, ഒരു ഇൻജസ്റ്റിസ് ഉണ്ടായ ദൈവവിശ്വാസി നിരീശ്വരവാദി ആവാറുണ്ട്. എന്തിനു പറയുന്നു, പ്രാർത്ഥിച്ചിട്ടും എൻ്റെ അച്ഛൻ മരിച്ചുപോയി, പ്രാർത്ഥിച്ചിട്ടും എൻ്റെ അമ്മ മരിച്ചു, ദൈവം രക്ഷിച്ചില്ല, ഇനി മുതൽ ഞാൻ നിരീശ്വരവാദിയാണ്, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അവർ എക്സ്പെക്ട് ചെയ്ത് ദൈവം ഇതൊക്കെ മിറാക്കിൾ കാണിക്കുന്ന സാധനമാണെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. നമുക്ക് എന്തായാലും സമയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ റാപ്പപ്പ് ചെയ്യാം. ഐ സ്റ്റിൽ ഹാവ് സോ മെനി തിങ്സ് ടു ഡിസ്കസ്. നമുക്കതൊക്കെ മറ്റൊരു എപ്പിസോഡിൽ എന്തായാലും ചർച്ച ചെയ്യാം. ഞാൻ അവസാനിപ്പിക്കാം. ദൈവം വിശ്വസിക്കുവാനുള്ളതല്ല, അനുഭവിക്കുവാനുള്ളതാണ്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താൽ അത് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു ലാസ്റ്റ് വേർഡായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അനിൽ സാറിന്? ഇപ്പോൾ പല ആളുകളും ചോദിക്കുവാനും അല്ലെങ്കിൽ പലയിടത്തുനിന്നും വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, കർമ്മ, ഗോഡ്. ഒരുപാട് പേര് നമ്മുടെ ഓഫീസിലൊക്കെ ഇങ്ങനെ മെസ്സേജ് തന്നിട്ടുണ്ട്, ഇദ്ദേഹം ഒരു നിരീശ്വരവാദിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവുമായിരിക്കും. അതിനൊക്കെ ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു നിലപാടുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിലിരുന്ന് കുത്തിയിരുന്ന് ഉണ്ടാക്കിയിട്ടല്ല കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ 40ഓളം വർഷം ഗണഞ്ഞ് പിന്നാലെ നടന്ന് പരിശ്രമിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത എൻ്റെ ഒരു ആശയമാണത്. ഈ ആശയം ആധുനിക സമൂഹത്തിന് വളരെ ഉതകുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് എല്ലായിടത്തും ഈ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുവാനേ ഞാൻ ശ്രമിക്കുള്ളൂ, അല്ലാത്ത ഒന്നിൻ്റെ പിന്നാലെ ഞാൻ പോകാറില്ല. പിന്നെ മനുഷ്യന് നന്മയുള്ളവനായി മാറുവാൻ അയാൾ ദൈവവിശ്വാസിയാകണം എന്നൊരു നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് പല ടൈപ്പ് ആളുകളായിട്ട് കണക്ഷനുണ്ട്. ഞാൻ പക്ക നിരീശ്വരവാദികളായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. അവർ വളരെ നന്മയുള്ളവരായിട്ടുള്ള നിരീശ്വരവാദികളെ എനിക്കറിയാം. അവർ ഈശ്വരവിശ്വാസിയല്ല, പക്ഷെ നല്ല മനുഷ്യത്വമുള്ളവരാണ്. അതേപോലെ തന്നെ നല്ല ഈശ്വരവിശ്വാസികളായിട്ട് ബന്ധമുള്ള ആളാണ്. വൃത്തികെട്ട സ്വഭാവമുള്ള ഈശ്വരവിശ്വാസികളെ അറിയാം. അപ്പോൾ ഒരാൾക്ക് ഈശ്വരവിശ്വാസം ഉണ്ട് എന്നുള്ളത് നന്മയുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫല്ലാന്നും, അല്ലെങ്കിൽ ഒരാൾക്ക് ഈശ്വരവിശ്വാസം ഇല്ല എന്നുള്ളത് കൊണ്ട് അയാൾ ദുഷ്ടനാവുന്നില്ല. ആ നന്മയൊക്കെ നമ്മൾ വേറൊരു ഫ്രെയിമിൽ നിന്ന് ചിന്തിക്കേണ്ട കാര്യം, മനുഷ്യരുടെ ഇടയിൽ വേണ്ട സാധനമല്ലേ, അതിന് ദൈവമായിട്ട് കൂട്ടിക്കലക്കണ്ട എന്നുകൂടെ ഒരു അഭിപ്രായമുണ്ട് എനിക്ക്. വെരി ബ്യൂട്ടിഫുൾ. സോ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ബൈ.